وعلى آله وصحبه وعترته ومن والاه. اللهم بلغه منا تحية وسلاما. الصلاة والسلام عليك سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അഭിനന്ദരായ ഉസ്താദ് ഷെയ്ഖുന പി ഉമർ മുസ്ലിയാർ അവറുകളെ, പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, 100 ഭാഗമാക്കി അള്ളാഹു വെച്ചുവെന്നും അതിലൊന്ന് മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ആ റഹ്മത്തിന്റെ അംശങ്ങളിൽ 99 മഹ്ശറായിലേക്ക് അള്ളാഹു നീക്കി വെച്ചിരിക്കുകയാണ്. പാപികളായ ആളുകൾക്ക് റഹ്മത്ത് ചെയ്യാൻ ഭൂമിയിലേക്ക് ഇറക്കിയ ആ ഒരൊറ്റ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം, അതിന്റെ അംശമാണ് ഒരു കുതിര അതിന്റെ കുഞ്ഞിനെ ചവിട്ടാതെ കാല് പൊക്കിപ്പിടിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാട് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. അള്ളാഹു റഹ്മത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ എനിക്ക് റഹ്മത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സൂറത്തുൽ അൻആമിൽ കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. നമ്മുടെ മുസ്തഫ ഹുദവി യാക്കോട് ഉസ്താദ് എത്തിക്കഴിഞ്ഞു. ഉസ്താദ് ആദ്യം പ്രസംഗിച്ചാലോ? അല്ലേ? നിങ്ങൾ കഴിയുന്നവരെ കാത്തിരിക്കുമ്പോൾ പ്രശ്നമില്ല. അവർക്ക് മടുത്തിട്ടില്ല. ഉസ്താദ് അവസാനം പറയാന്നാ പറഞ്ഞേ. ഒരു സമാധാനാണ്, ഒരു ബാക്കപ്പിന് ഒരാളുണ്ടല്ലോ എന്നല്ലേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരേ ക്ലാസ്സിൽ, ഒരേ ബെഞ്ചിൽ, ഒരേ സ്ഥാപനത്തിൽ, ഒരേ റൂമിൽ.
10-12 കൊല്ലം പഠിച്ച ആളുകളാണ് ഞാനും മുസ്തഫ ഹുദവിയൊക്കെ. അള്ളാഹു ആയുസ്സും ആഫിയത്തും ബറക്കത്തും കൊടുക്കട്ടെ. അവരുടെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. കരുണ്യവാനായ അള്ളാഹുവിന്റെ നഫ്സിന് നിർബന്ധമാക്കിയിരിക്കുന്നു, കരുണ നിർബന്ധമാക്കിയിരിക്കുന്നു. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദാത്ത് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത വിഷയമാണ്. വാട്ട് ഈസ് അല്ലാഹ് മെയ്ഡ് ഓഫ്? നമുക്ക് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാ. ഫഇന്നകും ലൻ തഖ്ദിറു ഖദറ. അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിനില്ലെന്നാണ്. അതുകൊണ്ട് അള്ളാഹു എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ല. നമുക്കത് നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്താ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയൊരു ബിൽഡിംഗ് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്തേ? നീ അതിന് പോയിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ടത് കഴിയൂല എന്നതുപോലെ അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് റബ്ബിന്റെ സിഫത്തുകളിലൂടെയാണ്, അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ്. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്നാണ്. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. 99 മുൻഹസിറല്ല എന്നാണ്. It is not limited to 99. അള്ളാഹുവിന് to him belongs every handsome name. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എല്ലാ മനോഹരമായ നാമങ്ങളും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്. പക്ഷെ 99 അള്ളാഹുവിന്റെ കിതാബിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 99 മാത്രമല്ല, അതിലേറെയും അള്ളാഹുവിന് അസ്മാഉകൾ ഉണ്ടെന്നാണ്. ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആനൽ അദീമ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ എന്ന് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹുവിന്റെ ഇസ്മ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, പഠിപ്പിച്ചു തരാത്തത്, നീ മാത്രമായി സൂക്ഷിച്ചു വെച്ചത്, നിനക്കിഷ്ടപ്പെട്ടവർക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത്, അങ്ങനെയൊക്കെ പേരുകൾ ഉണ്ടല്ലോ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഉത്സാരം. അതിനർത്ഥം 99 പേര് മാത്രമല്ല, വേറെയും അള്ളാഹുവിന് ഇസ്മുകളുണ്ട്, നമുക്കറിയാത്തതും അറിയുന്നതും ഒക്കെയായി. ഈ നാമങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹു റഹ്മാൻ പഠിക്കേണ്ട വിഷയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ കതബ ഇൻദഹു ഫൗഖൽ അർശ് ഇന്ന റഹ്മതി സബഖത് ഗളബി. അല്ലാഹു സൃഷ്ടികളെ പടച്ചപ്പോൾ അർശിന്റെ മീതെ അല്ലാഹു രേഖപ്പെടുത്തി, ഇന്ന റഹ്മതി സബഖത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു, എന്റെ കോപത്തെക്കാളും എന്റെ റഹ്മത്ത് മുൻകടന്നിരിക്കുന്നു എന്ന് അർശിന്റെ മുകളിൽ എഴുതിവെച്ച കാരുണ്യവാനാണ് അല്ലാഹു. സൃഷ്ടികളെ പടക്കുമ്പം തന്നെ ഞാൻ അവർക്ക് റഹ്മത്താണ് കൊടുക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അല്ലാഹു ഉദ്ധരിക്കുകയാണ്, ഫീമാ യഹ്കി അൻ റബ്ബിഹി അസ്സ വജല്ല, ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അദ്നബ അബ്ദുൻ ദംബൻ ഫഖാല, ഒരാളൊരു തെറ്റ് ചെയ്തു. നമ്മളൊക്കെ എത്ര തെറ്റാ ഒരു ദിവസം ചെയ്യുന്നത്, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അരുതാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അരുതാത്തത് ഫോർവേഡ് ചെയ്യുന്നത്, അരുതാത്തത് അപ്ലോഡ് ചെയ്യുന്നത്, അരുതാത്തതിനെ പറ്റി ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് തെറ്റിലൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. പാപം ചെയ്തപ്പോ അയാൾ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മറുപടി, അദ്നബ അബ്ദി ദംബൻ, എന്റെ അടിമ ഒരു തെറ്റ് ചെയ്യുകയും ഫഅലിമ, അവനെ ബോധിക്കുകയും ചെയ്തു, മനുഷ്യൻ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു വന്നിരിക്കുന്നുവെന്ന് 3ാമത്തെ തവണയും തെറ്റ് ആവർത്തിക്കുന്ന ഒരാളോട് അല്ലാഹു പറയുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തൗബ ചെയ്യാനൊക്കെ നമ്മൾ റമളാന് മാത്രം ഉദ്ദേശിക്കുക. റമളാനിൽ തൗബ, റമളാൻ അല്ലാത്തടത്ത് തൗബയില്ലാത്ത അവസ്ഥ, അങ്ങനെ ആവരുത്.
ഉലമാ പറയുന്നത് ഏത് ചെറുദോഷത്തിനും തൗബ വേണമെന്നാണ്. തൗബ നിർബന്ധം എന്നല്ല, തൗബ വേണം. ചെറുത് വലുതെന്ന് എങ്ങനെ പറയാം? ആരോടാ നമ്മൾ എതിര് ചെയ്യുന്നത്? അള്ളാഹുവിനോടല്ലേ. പിന്നെ അവിടെ ചെറിയ തെറ്റെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. തെറ്റ് ചെറുതോ വലുതോ എന്നല്ല നോക്കേണ്ടത്, ആരെയാ നീ ധിക്കരിച്ചതെന്ന് നോക്ക്. അപ്പൊ നീ ചെയ്ത തെറ്റ് വലുതാണ്. ഒരു വലിയ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ, ഒരു പ്രധാനമന്ത്രിയുടെ ഡയറക്റ്റ് ഓർഡർ നമ്മൾ ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അത് നമ്മൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് കേൾക്കാതിരിക്കണ പോലെ ആവില്ല, വ്യത്യാസമുണ്ട്. എന്ന പോലെ അള്ളാഹുവിന്റെ ശീലം ഇങ്ങനെയാണ്. ഇങ്ങനെ എന്റെ റഹ്മത്ത് വസിഅത്ത് റഹ്മതി ഗളബി, വസിഅത്ത് റഹ്മതി ഗളബി, എന്റെ കരുണ, എന്റെ കാരുണ്യം എന്റെ ദേശത്തെ മറികടന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നു. അലിയാരെ, ഞങ്ങൾ എത്രയാണ് തൗബ ചെയ്യേണ്ടത്? എത്ര തവണ തൗബ ചെയ്യണം? മറുപടി പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യണം. അപ്പൊ ആ തെറ്റ് ചെയ്ത് പിന്നെയും ആ തെറ്റിനെ ആവർത്തിച്ചാലോ? തൗബ ചെയ്തിട്ട് വീണ്ടും തൗബ ചെയ്യണം. തൗബ ചെയ്തു, പിന്നെയും ആ തെറ്റിനെ ആവർത്തിച്ചാലോ? ചെയ്യണം. അപ്പൊ എത്ര കാലം വരെ? ഹത്താ യകൂന ശൈത്വാനു ഹുവൽ മഹ്സൂർ, പിശാചിന് തോന്നണം ഇവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, തെറ്റ് ചെയ്താൽ ഉടനെ അവൻ തൗബ ചെയ്തേക്കും. അങ്ങനെ പിശാച് നിരാശനായി മടങ്ങുന്നവരെ തിന്മകൾ ആവർത്തിക്കും തോറും തൗബ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് ഇമാമുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ, പാപങ്ങള് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൗബ പുതുക്കിക്കൊണ്ടിരിക്കും. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ, തെറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ, മാപ്പ് തരണം അല്ലാഹുവേ, നീ എന്നെ ശിക്ഷിക്കരുത്. ഈ തെറ്റ് നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ അതിന്റെ തത്തുല്യമായ കാലാവധി നിന്റെ നരകത്തിൽ ഞാൻ കയറി കിടക്കേണ്ടവനാണ്. അല്ലാഹുവേ, മാപ്പ് തരണം, ഞാനിത് ചെയ്തേക്കില്ല പടച്ചവനെ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയണം. തൗബ ചെയ്യുമ്പോൾ തന്നെ ചാൻസ് ഇട്ട് ഞാൻ പിന്നെയും ചെയ്യും, അതല്ല തൗബ. ഉറപ്പിച്ചേക്കണം മനസ്സുകൊണ്ട്, ഞാൻ ചെയ്യൂല പടച്ചവനെ, ചെയ്യൂല. അങ്ങനെയെങ്കിൽ അല്ലാഹു കാരുണ്യവാനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നബി തങ്ങളുടെ സ്വഹാബികൾ പിടിച്ചുകൊണ്ടുവന്ന ക്യാപ്റ്റീവ്സ്, യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ക്യാപ്റ്റീവ്സ് ഉണ്ട്, ചിറപ്പുള്ളികൾ എന്ന് പറയുന്ന യുദ്ധത്തില് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ. അതിൽപ്പെട്ട ഒരു പെണ്ണ്, കുഞ്ഞിന് പാല് കൊടുക്കുന്ന പെണ്ണ്, കുടിക്കാൻ കുഞ്ഞില്ലാതെ വന്നപ്പോ ആ പാല് ചീറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞിനെ കാണുന്ന, കുഞ്ഞിനെ വാരി പുണർന്ന് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹഭദ്രമായ മനോഹരമായ ഒരു മാതൃസ്നേഹത്തിന്റെ ഒരു രംഗം ഹബീബ് അനുയായികളെ ചിന്തിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അത്തറഊന, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഹാദിഹിൽ മർഅ, ഈ പെണ്ണ് താരിഹത്തുൻ വലദഹാ ഫിന്നാർ, തന്റെ കുഞ്ഞിനെ തീയിലേക്ക്, നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അവർ പറഞ്ഞു, ലാ വഹിയ ഖദറു അലാ അൻ തത്റഹ, ആ കുഞ്ഞിനെ തീയിലേക്ക് എറിയാൻ കഴിയില്ല നബിയെ. ഉമ്മാക്ക് എങ്ങനെ കഴിയും? ഐന ലതസ്നി, കണ്ണിലേക്ക് നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം, കൽബുകൊണ്ട് വ്യഭിചാരമുണ്ട്. അല്ലാഹു അനുവദിക്കാത്ത ഒരാളെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ പുരുഷനെ മനസ്സുകൊണ്ട് പ്രേമിക്കുന്നത് തന്റെ നിക്കാഹ് ചെയ്ത ഭർത്താവല്ലാതെ, തന്റെ അടുത്ത തന്റെ അടുത്ത ബന്ധുക്കളെയല്ലാതെ അടുപ്പം കാണിക്കുന്നത്, ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ ഏതെങ്കിലും ാണെന്നോ വരാൻ പോകുന്ന തന്റെ ഫിയാൻസയാണെന്നോ പറഞ്ഞ് പ്രേമിക്കുന്നത് ചെറുപ്പക്കാരികളെ. കണ്ണുകൊണ്ട് കൊതിച്ചത്, കാതുകൊണ്ട് കൊതിച്ചത്, മനസ്സുകൊണ്ട് എന്റെ ഗുഹ്യസ്ഥാനം ശരിവെക്കും. അപ്പോഴാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം സംഭവിക്കുന്നത്. എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന മക്കൾക്ക് വേണ്ടി ജീവൻ കളയുന്ന ഉമ്മ കരയുമോ? തന്റെ മോള് തന്റെ ചാരിത്രമെന്ന ഏറ്റവും വലിയ ആഭരണം വിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്ന് അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون.
അല്ലാഹു അല്ലാതെ മറ്റു ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. വാപ്പയെ മോൻ വാപ്പ എന്ന് വിളിക്കേണ്ടതിന് പകരം വാപ്പയുടെ സുഹൃത്തിനെ വാപ്പ എന്ന് വിളിച്ചാൽ ഈ പിതാവിന് തോന്നുന്ന വേദന എത്രയാണ്. എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ, ആ രക്ഷിതാവിനെ പ്രണാമിക്കേണ്ടതിന് പകരം, റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം മറ്റാർക്കോ ബിംബങ്ങൾക്കോ അല്ലാത്തതിനോ ഒരാളെ ഇബാദത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ ഗീറത്ത് എത്രയാണ്. അല്ലാഹു അഗ്യറു മിൻ അഹദിക്കും, അല്ലാഹു നിങ്ങളെക്കാൾ ആത്മാഭിമാനമുള്ള ആളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു അനുവദിച്ച രീതിയിലല്ലാതെ ഒരു നഫ്സിനെ നശിപ്പിക്കാത്തവര്, വ്യഭിചാരത്തിലൂടെയോ അല്ലാതെയോ കൺസെപ്ഷൻ നടന്നിട്ട്, വ്യഭിചാരത്തിലൂടെയോ അല്ലാതെയോ അല്ലാഹു അനുവദിക്കാത്ത രീതിയിലോ അനുവദിച്ച രീതിയിലോ ഗർഭധാരണം നടന്നിട്ട് അത് അബോർഷൻ ചെയ്ത് കളയുന്നത് ഒരു ജീവനെ കൊല്ലുന്നതിന് തുല്യമല്ലയോ? നമ്മുടെ രാജ്യത്ത് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് വിഷയമല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. തക്കതായ കാരണങ്ങളില്ലാതെ ഒരു പെണ്ണിന്റെ ശരീരത്തിന് അപകടം വരുമെന്ന് ഒരു ഫഖീഹായ മനുഷ്യനും സത്യസന്ധനായ ഒരു ഡോക്ടറും സാക്ഷി നിന്നാലല്ലാതെ, അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു പെണ്ണിന് അബോർഷൻ ചെയ്യാൻ പാടുള്ളതാണോ? പാടില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹ്. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന ആഗ്രഹത്തിൽ, ഒന്ന് ചെത്തി പൊളിക്കണമെന്ന ആഗ്രഹത്തിൽ തന്റെ ഭർത്താവിന്റെ നുത്ഫ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഗർഭധാരണം ഉണ്ടായതിന്റെ ശേഷം ആ കുഞ്ഞ് വേണ്ടെന്ന് വെക്കുകയും ജീവത്തുടിപ്പ് തുടങ്ങിയതിന് ശേഷം ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന കൊലപാതകങ്ങൾ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ولا يقتلون النفس التي حرم الله. ജീവൻ കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഹുവല്ലദീ അഹ്യാ വഅമാത വഅഹ്യാ. അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ കൊലപാതകം ചെയ്യാത്തവർ വളരെ തുച്ഛമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. വലാ യസ്നൂൻ. സത്യവിശ്വാസികൾ വ്യഭിചാരം ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക. 3 തെറ്റാ അല്ലാഹുവിടെ പറഞ്ഞത്. വമൻ യഫ്അൽ ദാലിക, ഇതാരെങ്കിലും ചെയ്താൽ യൽഖ അസാമാ, നാളെ അതിന്റെ ശിക്ഷ അവർക്ക് കാണേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു ജല്ല ജലാലു. മാത്രമോ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും അവർക്ക്. ശിക്ഷ ഇരട്ടിയാണ്, ഡബിളാണ്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ, ആ നരകത്തിൽ നിസ്സാരനായി കഴിയേണ്ടി വരികയും ചെയ്യും, നിന്ദനായി കഴിയേണ്ടി വരും എന്ന് 3 തിന്മകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ബഹുദൈവ ആരാധന ചെയ്യുന്നത്, ഒരു ശരീരത്തെ കൊല്ലുന്നത്, വ്യഭിചരിക്കുന്നത് ഇരട്ടി ശിക്ഷയാണ് നാളെ. ചെറുതല്ല ഇത്. മനുഷ്യ ശരീരത്തിന്റെ ഒരവയവം അല്ലാഹു അനുവദിക്കാത്ത ഒരു അവയവത്തിലേക്ക് പ്രവേശിച്ചാൽ, വിവാഹം ചെയ്തവനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ നിയമമെങ്കിൽ ആ കുറ്റത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അതുപോലെ. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. അല്ലാഹുവിനെ പേടിച്ചോളൂ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഭർത്താക്കന്മാർ, നാട്ടിലുള്ളവരുമില്ലാത്തവരുമായ പെണ്ണുങ്ങളെ, നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നന്ന്. നിങ്ങൾ സൂക്ഷിച്ചാൽ ഈ സമൂഹം നന്നാവും. നിങ്ങൾ മറ്റുള്ളവരോട് കൊഞ്ചിക്കൊടിഞ്ഞ് സംസാരിക്കുകയും കണ്ടവന്റെ മനസ്സിന്റെ സുഖം പുറത്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തതിന്റെയും ചെയ്യിപ്പിച്ചതിന്റെയും കൂലി, അതിന്റെ രണ്ടിന്റെയും ശിക്ഷ നിങ്ങളുടെ തോളിലേക്ക് അല്ലാഹു ചാർത്തിത്തരുന്ന സമയമെന്ന് ആലോചിച്ചു നോക്കൂ. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. നാളെ പരലോകത്ത് നിന്നരായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ശിക്ഷ ഇവർക്ക് ഡബിളാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് വരികയാണ് അല്ലാഹു. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. പാപം ചെയ്തു പോയിട്ട് നിരാശരായി കഴിയുന്നവരോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം, നിരാശപ്പെടല്ലേ.
അള്ളാഹു നിന്നെ കൈവിടുന്നു എന്ന് വിചാരിക്കേണ്ട, നന്നാവാൻ അവസരമുണ്ട്. ഇനി എനിക്ക് നന്നാവാൻ പറ്റുമോ? ഞാനങ്ങ് പത്രക്ക് മോശമായി പോയില്ല, എനിക്ക് നിസ്കാരം തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ നിസ്കാരം ആരംഭിച്ചിട്ട് റമളാനിൽ നോമ്പ് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടല്ലേ. അള്ളാഹുവിന്റെ വചനം തുടരുകയാണ്. ഇല്ലാ മൻ താബ, ആരാണോ തൗബ ചെയ്ത് മടങ്ങുന്നത് അവർക്കൊഴികെ. പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവർ, അള്ളാഹുലേക്ക് സങ്കടപ്പെട്ട് മടങ്ങുന്നവർ. വആമന, ഈമാൻ ഊട്ടിയുറപ്പിക്കുകയും ഈമാനില്ലാതെ നടന്ന മനുഷ്യൻ ഈമാൻ സ്വീകരിക്കുകയും ചെയ്യുകയും വഅമില അമലൻ സാലിഹാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക, അത്തരക്കാർ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നതാണ്. ആർക്ക്? തൗബ ചെയ്ത് മടങ്ങുകയും ഈമാൻ ഉറപ്പിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ നന്മയാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കും. കഴിഞ്ഞ കാലത്ത് ചെയ്ത മുഴുവൻ തിന്മകൾക്കും നന്മ ചെയ്ത കൂലി അല്ലാഹു കൊടുക്കുമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു എന്ന പ്രയോഗം നിരന്തരം അല്ലാഹുവിന്റെ സ്വഭാവം ഇതുതന്നെ എന്ന് പഠിപ്പിക്കാനാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, ആ പ്രയോഗവും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന പ്രയോഗവും വ്യത്യാസമുണ്ട്. വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരും, അല്ലാഹു റഹ്മത്തുള്ളവനാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹുവിന്റെ ദൈവൻ നിരന്തരമായ അല്ലാഹുവിന്റെ ശീലം തന്നെ എപ്പോഴും പുറത്തു തരലും അല്ലാഹു റഹ്മത്ത് ചെയ്യലുമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ നന്മകളാക്കി മാറ്റിത്തരണമേ അല്ലാഹ്. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. ഇത് അല്ലാഹുവിന്റെ അപാരമായ റഹ്മത്തല്ലയോ? തിൽക ആയാതുൽ കിതാബിൽ ഹകീം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മറ്റൊരു പ്രകടമായ വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ റഹ്മത്താണെന്നാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ولا يزيد الظالمين إلا خسارا. وننزل من القرآن, ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നുകൊണ്ടിരിക്കുന്ന നബിയെ, അല്പാൽപമായി ഇറങ്ങുന്ന ഈ ഖുർആൻ ശിഫാഉൻ, ഇതിൽ ശിഫയുണ്ട്. ബ്ലഡ് ക്യാൻസറിന്റെ ശിഫയാണെന്നാണ് വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുന്നത്. രോഗിക്ക് ഓതാൻ പറ്റിയാൽ മാഷാ അല്ലാഹ്, വണ്ടർഫുൾ. ഒരാൾക്ക് രോഗിന്റെ അടുത്തുനിന്ന് ഓതി കൊടുക്കാൻ പറ്റിയാൽ ബ്ലഡ് ക്യാൻസറിന് ഇത്രയും ആശ്വാസം തരുന്ന മറ്റൊരു ചികിത്സ ഇന്ന് ലോകത്തില്ലെന്നാണ്. ഖുർആൻ ഓതി കൊടുക്കുക. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞൊഴിവാക്കിയത് വിശുദ്ധ ഖുർആൻ മനപ്പാടുള്ള കുറച്ച് ഹാഫിദീങ്ങളെ നിരന്തരമായി ആ രോഗിയുടെ റൂമിൽ മറ്റൊരു വർത്തമാനവും അനാവശ്യമായ ഒന്നും കേൾക്കാതെ ഖുർആൻ അങ്ങനെ ഓതിക്കൊടുത്ത് വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായ വിഷയങ്ങൾ അങ്ങ് ദുബൈയിൽ അറിയുന്ന ഒരു കേസുണ്ട്. വളരെ വളരെ അങ്ങേയറ്റം ഫൈറ്റൽ, മരിക്കാൻ പോവാണ് എന്നൊക്കെ വിചാരിച്ച ഒരു സുഹൃത്തിന് അല്ലാഹു ആഫിയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോ ഖുർആനിന്റെ സീഡി പ്ലേ ചെയ്യോടെ, ഉണർന്നു കഴിഞ്ഞാൽ നിരന്തരമായി ഖുർആൻ ഓതാണ്. ഓതി നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പോലും ഇല്ലാതെ 4 ആളുടെ മുമ്പിൽ ചെന്നിരുന്നാൽ ഇയാൾ രോഗിയായി പോവും. മറ്റാളുടെ ശ്വാസം, അങ്ങനെ അങ്ങേയറ്റം ഇമ്മ്യൂണിറ്റി, പ്രതിരോധം നഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ അങ്ങ് തൃശ്ശൂരിന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സുഹൃത്ത്. അല്ലാഹു ആഫിയത്ത് കൊടുത്തു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, എന്റെ പങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ മരുന്നുകൊണ്ട് ഇങ്ങനെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാറില്ലല്ലോ. വിശുദ്ധ ഖുർആനിന്റെ ചികിത്സയാണ് ഇലാജു ബിൽ ഖുർആൻ. സൗണ്ട് ഹീലിംഗ് ലോകത്ത് നടക്കുന്നുണ്ട്. ആൽഫ്രഡ് ടൊമാറ്റിസിനെ പോലെയുള്ള ആളുകൾ ലോകത്ത് കണ്ടുപിടിച്ച വലിയ ചികിത്സാ രീതിയാണ്. ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നു. ഖുർആനിന്റെ ശബ്ദം മുനവ്വമുൻ മുനസ്സഖുൻ റബ്ബാനിയുൻ, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. കൃത്യമായ മനോഹരമായ സ്ട്രക്ചറിൽ മുൻതവിമായ അല്ലാഹുവിന്റെ കലിമാത്തുകൾ.
അത് ഓതിക്കൊടുത്താൽ കിട്ടുന്ന അത്ഭുതം ഒരു ശബ്ദത്തിനും കിട്ടൂലാണ്. അതുകൊണ്ട് രോഗികളായ ആളുകൾക്ക്, ക്യാൻസർ ബാധിച്ച രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. അത്തരം അസുഖങ്ങൾ ആർക്കും ഇനി വരാതെ അള്ളാഹു കാക്കട്ടെ. അള്ളാഹു സലാമത്താകട്ടെ, അള്ളാഹു സലാമത്താകട്ടെ. ഇങ്ങനെ മുബറമായ ഒരു ഖളാ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള കൽപ്പ് അള്ളാഹു നമുക്ക് തരട്ടെ, ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു തരട്ടെ, യഖീൻ അള്ളാഹു തരട്ടെ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖൽഖിനതീതമായ റബ്ബിന്റെ കലാം ഈ ഭൂമിയിലേക്ക് കൊണ്ടുതന്ന മനുഷ്യർക്ക് ആകാശലോകത്തെ കയറി പിടിക്കാനുള്ള കയറാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓതുന്നുണ്ടോ? റമളാനിൽ വെച്ച മുസാഫ് പൊടി പിടിച്ചു കിടക്കാണ്. വഖാല റസൂൽ, നബി അങ്ങ് പറയുമെന്നാണ്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഈ ഖുർആൻ വേണ്ട എന്ന് എന്റെ സമൂഹം മാറ്റിവെച്ചല്ലോ. എത്രയോ പത്രങ്ങള് ന്യൂസ് കണ്ടത് ചാനല് മാറ്റി പറഞ്ഞ വർത്തമാനം തന്നെ പിന്നെയും കേട്ടതന്നെ പിന്നെയും, അങ്ങനെ ഒരുപാട് മണിക്കൂറുകളോളം ന്യൂസ് കാണുന്നവര്, സിനിമ കാണുന്നവരെ പറ്റി ഞാൻ പറയുന്നില്ല, ന്യൂസ് തന്നെ കണ്ട സമയം കളയുന്നവര്, പത്രങ്ങൾ 4ഉം 5ഉം അപ്പുറപ്പുറം തിരിച്ചും മറിച്ചും വായിക്കുന്നവര്, ഒരു പേജ് വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഓതാൻ സാധിക്കാതെ പോയാൽ മഹ്റൂം, നഷ്ടപ്പെട്ടവനാണവൻ, നഷ്ടപ്പെട്ടവളാണവൾ. ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് അള്ളാഹുവിന്റെ കിതാബിലേക്കൊന്ന് കണ്ണു നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഖുർആൻ കാണാത്തൊരു ദിവസം ഉണ്ടാവരുത്. പെണ്ണുങ്ങൾക്ക് പിന്നെ എക്സെപ്ഷൻ ഉണ്ട്, അവരുടെ പീരീഡിന്റെ സമയത്ത് അവർക്ക് പറ്റില്ല. പക്ഷേ പുരുഷന്മാർക്ക് അതുപോലും പറയാൻ പറ്റുമോ? ഒരു ദിവസം പോലും ഖുർആൻ കാണാതെ പോകരുതെന്നാണ് ഉലമാ പറയാ. കാണാതെ പോകരുത്, ഓതണം. ഖുർആൻ പറ്റുന്നവരൊക്കെ ഒരു പേജെങ്കിലും ഓത, ഒരൽപ്പമെങ്കിലും ഓതിയെടുക്കുക. ഖുർആൻ മുഴുവനും ശിഫയാണ്, ആയത്ത് ശിഫയുണ്ടതിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഈമാനുള്ള സത്യവിശ്വാസികൾക്ക് മുഅ്മിനിന് ശിഫയാണത്. മുഅ്മിനിന് ശിഫയാണ് ഖുർആനെ, മുഅ്മിനിന് ശിഫയാണ്. ഈമാനുള്ളവന്, മുസ്ലിം അല്ലാത്തവനത് ശിഫ കിട്ടൂല, അവനത് വിശ്വസിക്കണ്ടേ ആദ്യം. മുഅ്മിനിന്റെ ശിഫയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിഹറിന്റെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ജിന്ന് ബാധയോ പൊസിഷൻ എന്നല്ലേ പറയാ, ഇതൊക്കെ സംഭവിച്ച ഖുർആൻ കൊണ്ട് ചികിത്സിക്കണമെന്നാ. പിശാചിനത് വല്ലാത്ത ദേഷ്യമാണ്. അതുകൊണ്ട് നമ്മളോട് ചിലപ്പോൾ നിങ്ങൾ മറ്റേ ആ കാവുക്ക് പോയിക്കോളെ, അവിടെ പാമ്പിന്റെ കാവുണ്ട്, അവിടെ കുറച്ച് സംഭാവന ചെയ്താൽ ശരിയാവുന്ന, അവിടെ പോയാൽ ശരിയാവും. എന്താ കുഴപ്പമെന്നറിയോ? പിശാചിന് വേണ്ടത് ആ ശിർക്കാണ്, കുഫറാണ്. അത് നിങ്ങൾ ചെയ്തില്ലേ മതി. ക്രിസ്ത്യാനികൾ ചെയ്യാറുണ്ടല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തുപോ എന്ന് ജിന്നിനോട് പുറത്തു പോകാൻ പറഞ്ഞ പുറത്തു പോകും, ഉടനെ പോകും ജിന്ന്. എന്താ കാരണം എന്നറിയോ? പിശാച് ഇതന്നെ ഉദ്ദേശിച്ചത്. നീ അള്ളാഹുൽ കുഫർ ചെയ്തില്ലേ, നീ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞില്ലേ, മതി 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 എപ്പോ പോവാന്ന് പിശാച് ഇറങ്ങിപ്പോകുന്ന, പെട്ടെന്ന് പോകുന്നതാണ്. അതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഈ ജിന്നുബാധയിലും മറ്റു ശല്യങ്ങളിലും പിശാച് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് ശിർക്കും കുഫറും ചെയ്യാനാ. അത് നമ്മളങ്ങ് ചെയ്യാൻ തുടങ്ങിയാലോ? നമ്മൾ ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ഇഖ്റഉൽ ഖുർആന, ഖുർആനോദനെ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനം പോലെ ആക്കി കളയരുത്. ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പരിശുദ്ധമായ സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പിശാചിന് വളരെ ഗൗരവമാണ്, അവന് പേടിയാണ്. അത് ഓതിയാൽ അവൻ ഓടി രക്ഷപ്പെട്ടേക്കും. അത് പരിശുദ്ധമായ ആയത്തുൽ കുർസിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. റഹ്മത്താണ് ഖുർആൻ. പിശാച് നിങ്ങളെ തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ ഖുർആൻ ഓദിക്കോ. പിശാച് ശരീരത്തിലേക്ക് കയറി കൂടിയാൽ തിന്മയല്ലാതെ മറ്റൊരു നന്മയും ചിന്തിക്കാൻ കഴിയില്ല. പാട്ടല്ലാതെ ഖുർആൻ കേൾക്കാൻ കഴിയില്ല. സിനിമയല്ലാതെ അള്ളാഹുവിന്റെ കിതാബ് നോക്കാൻ തോന്നില്ല. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കേണ്ടതിന് പകരം സിനിമാ പാട്ട്, മൂളിപ്പാട്ട് നിന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത് പിശാചാണ്. അത് പിശാചിന്റെ പണിയാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തന്നുവല്ലോ. മാ ഹുവ ശിഫാ, അത് നിങ്ങളുടെ ശരീരത്തിന് ശിഫയാണ്, ഖൽബിന് ശിഫയാണ്. വറഹ്മ, നിങ്ങൾക്ക് റഹ്മത്താണല്ലോ, കരുണയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് വരും വീട്ടിലെ,
കരുണ വരും വീട്ടിൽ. റഹ്മത്തിറങ്ങണമെങ്കിൽ ഖുർആൻ ഓതുന്ന വീടുകളാകണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സീരിയലുകൾ ആരംഭിക്കുകയായി. ഉമ്മമാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നഫഹാത്തുകൾ കടന്നു വരുന്ന നേരമാണ് മഗ്രിബ് നിസ്കാരമായി കഴിഞ്ഞാൽ. അവന്റെ റഹ്മത്തിന്റെ പരിശുദ്ധമായ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയമാണ്. ആ വീടുകളിൽ നിങ്ങളുടെ ടെലിവിഷനുകൾ ഓൺ ചെയ്ത് അന്യ സംസ്കാരങ്ങളുടെ സീരിയലുകൾ നിങ്ങൾ കാണുന്നത്, അമ്മായിമ്മയും മക്കളും തെറ്റിപ്പിക്കുന്ന സീരിയലുകൾ കാണുന്നത്, സ്വന്തം ഭർത്താവിനെ സംശയിപ്പിക്കുന്ന സീരിയലുകൾ കാണുന്നത്, ഭാര്യ വേശ്യാവൃത്തി ചെയ്തു എന്ന ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാണുന്നത്, തോന്നിവാസം ചെയ്ത് മനുഷ്യന്റെ മുഖം വീർപ്പിച്ച് പൊട്ടിത്തെറികൾ വീടിന്റെ അകത്തുണ്ടാക്കാൻ പിശാച് തലയിൽ കയറിയ മനുഷ്യന്മാർ പടച്ചുണ്ടാക്കി വിടുന്ന സീരിയലുകൾ മുസ്ലിം വീടുകളിൽ കാണപ്പെടുമ്പോൾ ഓർക്കണേ, റഹ്മത്തിന്റെ മലക്കുകൾ ഒരു നോട്ടം പോലും നോക്കാതെ ആ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മഗ്രിബായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ഓതിയിരുന്ന സമയങ്ങൾ, കാലങ്ങളുണ്ടായിട്ടില്ലേ? ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചിരുന്ന കാലങ്ങളുണ്ടായിട്ടില്ലേ? ഹജ്ജാദ് റാത്തീബുകൾ ചൊല്ലിയിരുന്ന കാലമില്ലേ? മക്കളോടൊപ്പം മദ്രസയിലെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിക്കുമോനെ എന്ന് പഠിച്ചുപോയി ഉമ്മ മറന്ന കാര്യങ്ങൾ മക്കളോടൊപ്പം ഓർത്തെടുക്കാനുള്ള അവസരം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു വിരുന്നുകാര് വന്നാൽ വീട്ടുകാർക്ക് ദേഷ്യം. ഈ നേരത്തെ വരാൻ കണ്ടത് സീരിയൽ മുടങ്ങിയാലോ? ഫോൺ ചെയ്താൽ മോശം, ഇഷ്ടക്കേട്, വെറുപ്പ്. ആ നേരത്ത് ആരും വരണ്ട, ആരും മിണ്ടണ്ട, മക്കളെ നോക്കണ്ട. ഇത് ചാനലിൽ നിന്ന് മാറി കൈകളിൽ പിടിച്ച് കളിക്കുന്ന കളി. ഉമ്മമാരെ, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാതെ പോകാനുള്ള കാരണമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാതെ പോകാൻ കാരണമാണ്. അങ്ങനത്തെ വീടുകളിൽ നിന്ന് എങ്ങനെയാണ് നല്ല നന്മയുള്ള മക്കളുണ്ടായി വരിക? അങ്ങനത്തെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കള് അവർക്കൊറ്റയ്ക്ക് നടക്കാനും ഓടാനും ചാടാനുമുള്ള ആരോഗ്യമാകുമ്പോൾ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഒടിച്ചോടിയെങ്കിലല്ലേ, ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വല്ലവരെയും ഇറക്കിക്കൊണ്ടുവന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദർതദഉ ഹുദിയൻ നാഖിസാതി. ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ, ആ ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ എങ്ങനെയാണ് മക്കൾക്ക് നന്മയുണ്ടാവുക? അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കണം. മുസ്ലിമത്തായ പെണ്ണെ, മുസ്ലിമായ ആണ്, സീരിയലുകൾ കാണുന്ന, സിനിമ കാണുന്ന സംസ്കാരമൊക്കെ നിർത്തിവെച്ചേക്കണം. എത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. ഈ കൈകാലുകൾ അനങ്ങുന്നത് ആ റൂഹ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. എന്റെ റബ്ബിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ് റൂഹ്. അത് അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ നീ മയ്യിത്താണ്, നിനക്ക് അനങ്ങാൻ പറ്റില്ല. എത്ര നേരം വരെയാണ് നിന്നെ അള്ളാഹു വെച്ചേക്കുകയെന്ന് നിനക്കറിയുകയില്ലല്ലോ. എത്രയും വിലപ്പെട്ട നിഅമത്ത് നിന്റെ കയ്യിൽ തന്നിട്ട് നശിപ്പിച്ചു കളയല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി കൊടുക്കാനുള്ള ശരീരമാണിത്. എങ്ങനെ നീ യൂസ് ചെയ്തു നിന്റെ ശരീരം, എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ട ശരീരമാണ്. വിശുദ്ധ ഖുർആൻ എന്ന റഹ്മത്തിനെ നമ്മൾ അട്ടിപ്പുറത്താക്കല്ലേ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലാഖമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാക്കല്ലിൻ. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാ ഹുവ ശിഫാഉൻ വറഹ്മ, നിങ്ങൾക്ക് റഹ്മത്തും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫയും ഈ ഖുർആനിലുണ്ട് എന്ന് പരിശുദ്ധ റബ്ബ് ജലാലു, അല്ലാഹുവിന്റെ ജല്ല ജലാലുവിന്റെ വചനമാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ നഷ്ടമല്ലാതെ വരുത്തുകയില്ല. അള്ളാഹുവിന്റെ കലാമൊന്ന് എടുത്തു നോക്കാൻ പറ്റാതെ റജബ് മാസമാണ് വന്നിരിക്കുന്നത്. ശഅബാനും റജബും അള്ളാഹു വെച്ചത് റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. ഒരു സുന്നത്ത് നോമ്പ് പോലും എടുത്തില്ല റജബിൽ. അള്ളാഹുവിന് വേണ്ടി ഒരു ഖിയാമുൽ ലൈൽ പോലും ആരംഭിച്ചിട്ടില്ല. ഖുർആനൊന്ന് തുറന്നു നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. റജബ് ഓടിപ്പോകും, ശഅബാൻ അതിലും വേഗം റമളാനും കഴിഞ്ഞു പോയാൽ, അള്ളാഹുവേ, റമളാൻ ഒരാൾക്ക് വരികയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ
അബ്അദഹുല്ലാഹു മിർ റഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം അയാൾക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അതിന് ആമീൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിലെ ഒരുങ്ങിക്കോളൂ, റജബ് കഴിയാൻ പോവുകയാണ്, ശഅബാൻ വരുന്നുണ്ട്, പെട്ടെന്ന് കഴിയും. റമളാൻ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗം റമളാനും കഴിഞ്ഞു പോകും. പുണ്യമുള്ള സമയങ്ങൾ അങ്ങനെയാണ് കഴിയുക. ഇപ്പോഴേ ഒരുങ്ങിയില്ലെങ്കിൽ ലഭിക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വീട്ടിലുണ്ടായിരിക്കെ അത് തുറന്നു നോക്കാത്ത ളാലിമീങ്ങൾക്ക് ഈ ഖുർആൻ നഷ്ടമാണ് വരുത്തി വെക്കുന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലു. എന്താണ് ആ നഷ്ടം? അല്ലാഹുവേ, ഞാൻ പൊടി പിടിച്ച് ഷെൽഫിൽ കടന്നിട്ടുണ്ട് പടച്ചവനെ 11 മാസം. ഖുർആൻ സാക്ഷി പറയും, പൊടി പിടിച്ച് കടന്നിട്ടുണ്ട് റബ്ബേ, അലമാരയിൽ എന്നെ തുറന്നു നോക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല അല്ലാ എന്ന് ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ നഷ്ടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ 2 റഹ്മത്താണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, അല്ലാഹു പാപികൾക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ തൗബ ചെയ്ത് മടങ്ങുകയും ഈമാൻ പുതുക്കുകയും ചെയ്ത് വഅമില അമലൻ സാലിഹാ, സൽകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. വ്യഭിചാരവും ബഹുദൈവ ആരാധനയും കൊലപാതകവും ചെയ്ത ആളുകൾക്ക് പോലും അല്ലാഹു തിന്മകൾ നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത്. പിന്നെ അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ റഹ്മത്താണ് വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ റഹ്മത്താണ്. മൂന്നാമതൊരു റഹ്മത്തുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ് فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ഗതികെട്ടുപോയാൽ, നിവൃത്തിയില്ലാതെ ആയിപ്പോയാൽ ഹറാമുകൾ അല്ലാഹു ഹലാലാക്കി തരുന്നത് ഒരു മനുഷ്യനോട് അല്ലാഹു ചെയ്യുന്ന റഹ്മത്തിന്റെ വേറെ ഒരു ഭാഗമാണ്. നിവൃത്തിയില്ലാതായി പോയാൽ ഹറാമ്. അൽ-ദറൂറത്തു തുബീഹുൽ മഹ്ദൂറ എന്ന് പറയുന്ന ഖാഇദയുണ്ട് ഫിഖ്ഹിൽ. അൽ-ദറൂറത്തു തുബീഹുൽ മഹ്ദൂറ, ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയാൽ ഹറാമായത് അല്ലാഹു ഹലാലാക്കി തരും. അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റിരുന്നിട്ട് അതിന്റെ വിശദീകരണം പറയാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. نقول شليكولو اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇത് പിന്നെ പെണ്ണുങ്ങളെ കുട്ടികളായിട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും എഴുന്നേൽക്കണ്ട. സ്റ്റേജിലുള്ള സ്ഥാപന്മാരും നേതാക്കന്മാരും ആരും അവരും എഴുന്നേൽക്കരുത്. ഒരു ഭംഗിക്കുറവല്ലേ സ്റ്റേജിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ. നിങ്ങൾ എഴുന്നേൽക്കണ്ട. പിന്നെ ആരാ എഴുന്നേൽക്കേണ്ടത്? ഞാനും നിങ്ങളും. ഞാൻ പിന്നെ ഏതായാലും നിൽക്കുന്നതാണ്. നിങ്ങൾ കയ്യും കാലൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടിരുന്നോളി. കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ചെറിയൊരു മിനി എക്സസൈസ് ഒക്കെ ചെയ്യാനും പിന്നെ തിരക്കിലേക്ക് പോകാനും കൂടെ സൗകര്യത്തിനാണ് നമ്മൾ എഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും തിരക്കിലേക്ക് പോകാൻ ചെറിയ സൗകര്യം. നിൽക്കുമ്പോൾ അടിയിൽ പെട്ടെന്ന് പോയി കളഞ്ഞാൽ മതി. എന്നാൽ അടിയിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമം തോന്നും. പലർക്കും പല ആവശ്യങ്ങളുണ്ടാവും, പല തിരക്കുള്ളവരുണ്ടാവും, ദൂരത്തു നിന്നൊക്കെ വന്നവരുണ്ടാവും. അപ്പോ അതിലൊന്നും വിഷമല്ല. തിരക്കുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകാം. ഒരു വിരോധമല്ല. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വന്നല്ലോ, അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരട്ടെ, നമ്മുടെ തിന്മകളൊക്കെ അല്ലാഹു നന്മകളാക്കി മാറ്റി തരട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഏത്? فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ഖുർആന്റെ ശൈലി നോക്കണം. അവിടെ വകാന അല്ലാഹു ഗഫൂറർ റഹീമ എന്നല്ല. കുടുങ്ങിപ്പോകുന്ന അവസരങ്ങൾ വളരെ കുറച്ചേ വരുള്ളൂ. പന്നിമാംസം ഹലാലാണെന്നൊക്കെ പറഞ്ഞൊരു ഘട്ടമുണ്ടല്ലോ. തിന്നാൻ ഒരു സാധനമില്ല, അവൻ മരിച്ചു പോകും. ഒരൽപ്പം പോർക്ക് അതിന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്, അത് തിന്നില്ലെങ്കിൽ അവൻ മരിക്കുന്ന ഉറപ്പാണ്. എന്നാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അത്രമാത്രം അള്ളാഹു ഹലാലാക്കി കൊടുക്കും. വെള്ളം കിട്ടാതെ ദാഹിച്ച് കുടുങ്ങി നിൽക്കുകയാണ്, അവൻ മരിക്കാൻ പോവാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ അവൻ മരിക്കുന്ന ഉറപ്പാണ്. അവിടെ ഒരു വെള്ളം കുപ്പിയേ ഉള്ളൂ, ആൽക്കഹോളിലൊരു ബിയറേ ഉള്ളൂ. അതവന് ജീവൻ നിലനിൽക്കാൻ വേണ്ട അത്ര
കിട്ടിയ ചാൻസിൽ അടിച്ച് വേറെ ഫുള്ളാക്കരുത്. ജീവൻ നിൽക്കാൻ ആവശ്യമായ ആ ഖദർ അള്ളാഹു പുറത്തു കൊടുക്കുന്ന, കുഴപ്പമില്ല നീ കുടിച്ചോ. ബാങ്ക് ലോൺ ഇങ്ങനെയാണ്, പലിശ ഏർപ്പാടുകളൊക്കെ ഇങ്ങനെയാണ്. അനങ്ങിയ പോവുക ബാങ്കിക്ക് പണയം വെക്കാൻ. പച്ച പലിശന്റെ ഹറാമല്ലേ അത്? എന്താ നമ്മളൊന്നും മനസ്സിലാക്കാത്തത്? ബാങ്കുകാർക്ക് നമ്മുടെ ബിൽഡിംഗ് വാടക കൊടുക്കാൻ പോലും പറ്റൂല എന്നാ. ആ പൈസ ഹറാമിന്റെ പൈസയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇസ്ലാമിക് ബാങ്കുകളും തുടങ്ങിയിട്ടില്ലല്ലോ, ആയിട്ടില്ല. കുടുങ്ങിയാലല്ലാതെ പറ്റൂല എന്നാ. ലോൺ എടുക്കുക, അനങ്ങിയ ലോൺ എടുക്കല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെ റഹ്മത്തുണ്ടാവുക? സ്ഥലം വാങ്ങിയത് ലോൺ എടുത്തിട്ട്, പുരണ്ടാക്കിയത് ലോൺ എടുത്തിട്ട്, കുട്ടി പഠിക്കണത് ലോൺ എടുത്തിട്ട്, ഇപ്പം ഗൾഫിൽ പോയത് ലോൺ എടുത്തിട്ട്, കല്യാണം ഉണ്ടാക്കിയത്, പിന്നെ എന്താ ഇതിൽ ഹലാൽ ഒക്കെ ഹറാം. പൊന്നു മുമ്പേ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ലോണിന്റെ ഏർപ്പാടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേറെ ആരും വിളിച്ച് ഭക്ഷണം കൊടുക്കണ്ട. നിങ്ങൾ കഴിക്കണത് തന്നെ ഹറാമാ. വേറെ വിളിച്ച് കൊടുക്കും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഒരു ഉസ്താദ്മാരും വിളിക്കും ചെയ്യണ്ട. കുങ്ങുക്കറിയാ കുടുക്കിന്റെ അവസ്ഥ എത്രയാണെന്ന്. ഇതിൽ രക്ഷപ്പെടാൻ ഒരു ബാങ്ക് ലോൺ അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇവിടുന്ന് പൈസ കിട്ടൂല, പൈസ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അഭിമാനക്കേട് സംഭവിക്കും, അല്ലെങ്കിൽ അപകടം സംഭവിക്കും. എന്നാലേ ഇത് അള്ളാഹു ഹലാലാക്കണുള്ളൂ. ഹറാം ഹലാലാവൽ അപ്പോഴാണ്. നമ്മൾ തൊട്ടിനും പിടിച്ചിനൊക്കെ നമ്മുടെ വാഹനം ലോൺ എടുക്കുന്നുണ്ടല്ലേ, പലിശയല്ലേ ഇത്? റെഡി കാശിന് ചെറിയ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ അതാ ഹൈറ്. ഫ്രഷ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ, എന്തിനാ ബാങ്ക് ലോൺ എന്ന് പറയാം? ടാക്സ് പൊട്ടിക്കാൻ. പൈസ ഉള്ളവനും കൊടുക്കണില്ല, അത് ടാക്സുകൾ കൊടുത്തേക്കണം. ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമം പാലിക്കല് ശരീഅത്തിന്റെ ഭാഗമാണ്. ഒരു രാജ്യത്തിന്റെ നിയമം ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം. അതിനെന്താ കുഴപ്പം? അവിടെ പിശുക്കണ്ട. അത് നിങ്ങൾ ചെയ്യുന്ന രാജ്യത്തോട് ചെയ്യുന്ന വലഇന്റെ ഭാഗമാണ്. എന്തേ? ഇവിടെ നിങ്ങൾ ജീവിക്കണില്ലേ, ആ രാജ്യത്തെ നിയമം പാലിച്ചേ പറ്റൂന്ന, അത് കൊടുത്തേക്കണം. കുടുങ്ങിയാലല്ലാതെ പറ്റൂല. നമ്മൾ എങ്ങനെ പിന്നെ കഴിച്ചിലാവുക? ആകെ ഹറാമിലാണ്. ലോണ്, LIC പോളിസി. ഇവിടെ ഉണ്ട് LIC കാരൊക്കെ. ഗൾഫേർ വന്ന അപ്പൊ പിന്നാലെ വരില്ല LIC പോളിസിക്കാര്, ഏജന്റുമാര്. പിന്നെ എടുക്കണ്ടേ? ഖജനാവ് ഇസ്ലാമിക ശരീഅത്തിലെ ബൈത്തുൽ മാലാണ് എന്ത് LIC എന്നൊക്കെ പറയാം. പച്ച നോണ പറയും. അവർക്ക് ബൈത്തുൽ മാൽ എന്താന്ന് തന്നെ തിരിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ പോസ്റ്റ് ഓഫീസുകാർ ചെയ്യുന്ന കുറികളുണ്ട്. അങ്ങനെ 5000 അടച്ച 2.5-3 കൊല്ലം കഴിഞ്ഞ് 25,000 കിട്ടുന്നു. പറ്റില്ല. നിങ്ങളുടേതല്ലാത്ത പൈസയാണ് വാങ്ങിക്കുന്നത്, നിങ്ങൾ അടക്കാത്ത പൈസയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് അടച്ചത് നിങ്ങൾ എടുത്തോ, നിങ്ങളുടേതാ. ഏറെ വരുന്നത് പച്ചപ്പലിശയാണ്. فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ഓക്കെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മുരിയാട് ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ, അതിന്റെ വാർഷികവും മജ്ലിസുൻ നൂറും മെയ് 1 മുതൽ 10 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിലെ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇജാസത്ത് പ്രകാരം നടത്തുന്ന പ്രാർത്ഥനാ സദസ്സ് മജ്ലിസുൻ നൂറില്ലേ അവിടെ, അതിന്റെ അതന്നെയാണോ പ്രാർത്ഥനാ സദസ്സ് എന്ന് പറഞ്ഞേ? അപ്പോ അതിലേക്ക് സംഭാവന ചെയ്യാൻ നിങ്ങൾക്കൊരു സ്ലിപ്പ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സഹോദരിമാരൊക്കെ, പുരുഷന്മാരും സഹോദരന്മാരൊക്കെ വാങ്ങിക്കപ്പെടും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ആഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഇത് കൊടുക്കി. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ഗതികെട്ടാൽ നിങ്ങൾക്ക് ഹറാം ഹലാലാണ്. അതുകൊണ്ട് അള്ളാഹു വകാന അല്ലാഹു എന്ന് പറയാത്തത് അത് വല്ലപ്പോഴും സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഇന്നല്ലാഹു, അള്ളാഹു പുറത്തു തരും. വകാന അല്ലാഹു എന്ന് പറഞ്ഞ ദവാം, നിരന്തരം അള്ളാഹു പുറത്തു തരും. എങ്ങനെ? നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, പുറത്തു ചോദിക്കുന്നു, അള്ളാഹു പുറത്തു തരും. തെറ്റ് ചെയ്ത് പിന്നെയും തൗബ ചെയ്ത് അള്ളാഹു പുറത്തു തരും, പിന്നെ അള്ളാഹു പുറത്തു തരും. നിരന്തരം നടക്കുന്ന സംഗതിയെ പാപം ചെയ്യുന്നത്. നിരന്തരം നിങ്ങൾ തൗബ ചെയ്യുക, നിരന്തരം അള്ളാഹു പുറത്തു തരും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇവിടെ നിങ്ങൾക്ക് നിവർത്തികേട് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകള്, അത് തെറ്റിനല്ല, റുഖ്സയാണ്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിവർത്തില്ലല്ലോ, വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് അള്ളാഹു പുറത്തു തരുന്നതാണ്. അങ്ങനെ അള്ളാഹു ഒരു നിയമം വെച്ചതും അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്, റഹ്മത്താണ്. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല
ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. അല്ലാഹു തആല ഒരു നഫ്സിനും സാധിക്കുന്നതല്ലാതെ ഒരു നഫ്സിനോട് ചെയ്യാൻ പറയില്ല എന്ന് പറയുന്ന ആയത്തും അല്ലാഹു മനുഷ്യരോട് കാണിച്ച റഹ്മത്താണ്. തിരുനബിയോട് വന്ന് ഒരു കൂട്ടം സ്വഹാബികൾ വന്ന് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ ഒരായത്തിനെ കുറിച്ച് ഞങ്ങൾ പേടിയിലാണ്, ഭയത്തിലാണ്. എന്തുപറ്റി? അള്ളാഹു പറഞ്ഞുവല്ലോ, കണ്ണും കാതും മനസ്സും അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന്. ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാറില്ല നബിയേ. മനസ്സല്ലാഹു ചോദ്യം ചെയ്താൽ ഞങ്ങൾ കുടുങ്ങിപ്പോകുമല്ലോ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്ന സമഅ, തീർച്ചയായും മനുഷ്യന്റെ കേൾവി, വൽ ബസറ, മനുഷ്യന്റെ കാഴ്ചശക്തി, വൽ ഫുആദ, മനുഷ്യന്റെ ചിന്തയും മനസ്സും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ മനസ്സിലേക്ക് തോന്നുന്ന ചില വിഷയങ്ങളൊക്കെ ഞങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ ആത്മഹുതി ചെയ്യലാണ് അതിനേക്കാളും നല്ലത്. അല്ലെങ്കിൽ മനസ്സിലൂടെ വരുന്ന ചിലതെങ്ങാനും നാവ് കൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും നബിയെ. അത്രയും ഗൗരവമുള്ളതൊക്കെ ഞങ്ങളുടെ മനസ്സിലൂടെ കയറിയിറങ്ങിപ്പോകാറുണ്ട്. അതിന് കുറ്റമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞു, ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ പോലെ ഞങ്ങൾക്കാവില്ല എന്ന് അല്ലാഹുവിനോട് പറയുകയാണോ? നിങ്ങൾ പറയേണ്ടത് സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയിൻ. അത് പറയാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, സമിഅനാ വഅതഅനാ, ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിച്ചു നബിയേ. സമിഅനാ വഅതഅനാ, ഞങ്ങൾ അംഗീകരിച്ചു നബിയേ, ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. സത്യവിശ്വാസികൾ ഞങ്ങൾ കേട്ടുവരച്ചവനെ ഞങ്ങൾ അനുസരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നിങ്ങൾക്ക് സാധിക്കാത്തത് അല്ലാഹു നിങ്ങളോട് പറയില്ല. വസ്വാസ് വരുന്ന ആളുകളുണ്ട്, നിയ്യത്ത് വെക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നു എന്ന് മാത്രം, വേറെ ഒന്നും വരാത്ത രീതിയിൽ നിയ്യത്ത് വെക്കാൻ കഴിയില്ലല്ലോ. എന്തെല്ലാം ചിന്തകൾ മനസ്സിൽ കയറിക്കൂടും. നിസ്കാരത്തിലേക്ക് മുബാശറത്താകുന്ന നേരത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ ഫർളായ ദുഹർ നിസ്കരിക്കാണ് ഉടച്ചവനെ, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൽബിന്റെ ഒരു ഹുദൂർ കൊണ്ട് പറഞ്ഞ് നേരെ തക്ബീർ ചൊല്ലിക്കോ. അത് മാത്രം കിട്ടണില്ലല്ലോ. വസ്വാസോട് വസ്വാസായിട്ട് ആർക്കാണത് കഴിയുന്നത്? ആർക്ക് പറ്റും കൽബിനെ നിയന്ത്രിക്കാൻ? കൽബിൽ എന്തൊക്കെ കയറി വരും? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നിങ്ങൾക്ക് കഴിയുന്നതല്ലാതെ അല്ലാഹു നിങ്ങളോട് ചെയ്യാൻ പറയില്ലല്ലോ. പിന്നെ എന്തിനാണ് വസ്വാസായി ബുദ്ധിമുട്ടുന്നത്? എന്തിനാ പിന്നെ ബുദ്ധിമുട്ടുന്നത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നമ്മളെ കൊണ്ട് കഴിയുന്നതേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. നോമ്പിന്റെ വിഷയത്തിൽ ഇളവുണ്ട്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇളവുകളുണ്ട്. നിൽക്കാൻ പറ്റാത്തവൻ ഇരുന്നാ മതി, ഇരിക്കാൻ പോലും പറ്റാത്തവൻ കിടന്നാ മതി, ഇല്ലേ? അല്ലാഹുവിന്റെ റുഖ്സകളില്ലേ? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവൻ തയമ്മും ചെയ്തോട്ടെ, യാത്രയിൽ അവർ ജംഉം ഖസ്റുമാക്കിക്കോട്ടെ. അല്ലാഹുവിന്റെ ഇളവുകളാണ്, പ്രയാസപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ ശരീഅത്ത് ഭയങ്കര സഹലുൻ യസീർ. നബി തങ്ങൾ പറയുമായിരുന്നു, യസ്സിറു വലാ തുഅസ്സിറു, ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കണം, പ്രയാസമുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കണം. ബസ്സിറു വലാ തുനഫിറു, നിങ്ങൾ നന്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, സന്തോഷമാണ് പ്രകടിപ്പിച്ചു കൊടുക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നിങ്ങൾ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി കൊടുക്കരുത്. അത് ദീൻ പഠിപ്പിക്കുന്നവരോട്, വാള് പറയുന്നവരോട്, പഠിപ്പിക്കുന്ന ആളുകളോടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. യസ്സിറു വലാ തുഅസ്സിറു, ദീൻ വെറുപ്പാണെന്ന് പറഞ്ഞ് ദീനിനോട് വെറുപ്പ് വരുന്ന അവസ്ഥ ജനങ്ങൾക്ക് വന്നുകൂടല്ലോ. അല്ലാഹുവിന്റെ ദീനിന്റെ ഏറ്റവും മനോഹരമായ സമാഹത്തിന്റെ മസലകള് ജനങ്ങൾ അറിഞ്ഞോട്ടെ. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ബുദ്ധിമുട്ടാക്കല്ലിൻ എന്ന് ഞങ്ങൾ പറയാ. സല്ലല്ലാഹു
അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ആരോഗ്യം ഒരാൾക്ക് നൽകിയത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. എന്തേ? അവൻ അസുഖം കൊടുത്താൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും, ഉടനെ അമ്പലത്ത് പോയേക്കും. അതുകൊണ്ട് അല്ലാഹുവിന് ആരോഗ്യം കൊടുത്തു. ചിലർക്ക് അല്ലാഹു ആരോഗ്യം കൊടുക്കാതെ വൈകല്യം കൊടുക്കുകയോ വികലാംഗരാക്കുകയോ വളരെ പ്രയാസമുള്ള രോഗങ്ങൾ കൊടുത്ത് കിടത്തുകയോ ചെയ്യുന്നുണ്ട്. എന്തേ കാരണം എന്നറിയുമോ? അല്ലാഹു ആരോഗ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇവൻ ബൈക്കെടുത്ത് വ്യഭിചരിക്കാൻ പോയേക്കും, അവൻ കാറെടുത്ത് മാഹിൽ പോയി കള്ളു വാങ്ങിച്ചു വന്നേക്കും. അങ്ങനെ ആരോഗ്യം കൊടുത്താൽ അവൻ നാശം സംഭവിക്കുമെന്ന് കണ്ടതുകൊണ്ട് ചില ആളുകൾക്ക് അല്ലാഹു അസുഖം കൊടുത്തിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ചിലർക്ക് അല്ലാഹു പൈസ കൊടുത്തു, ദാരിദ്ര്യം കൊടുത്തിട്ടില്ല. ദാരിദ്ര്യം കൊടുത്തിരുന്നെങ്കിൽ അവൻ കളവ് ചെയ്തേക്കും, മോഷണം ചെയ്തേക്കും, ദുൽമ ചെയ്തേക്കും. അതുകൊണ്ട് അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് അല്ലാഹു പൈസ കൊടുത്തില്ല, അത് കൊടുത്തിരുന്നെങ്കിൽ അവൻ അഹങ്കാരം വരും. അതുകൊണ്ടല്ല കൊടുത്തിട്ടില്ല, അവന്റെ ദാരിദ്ര്യമാണ് കൊടുത്തത്. അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ. അല്ലാഹുവിനറിയാം ചിലരുടെ കയ്യിൽ കണക്കിലേറെ പൈസ കൊടുത്താൽ അവർ അഹങ്കാരികളായി മാറുമെന്നും ഇവിടെ യുൽമ ചെയ്യുമെന്നും അല്ലാഹു അറിയുന്നത് കൊണ്ടാണ് ചില ആളുകൾക്ക് അല്ലാഹു പൈസ കൊടുക്കാതിരുന്നത്. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെയല്ലേ നമ്മളെക്കാൾ ഉഷാറുള്ളവര്. നമ്മുടെ അത്ര പോലും പഠിച്ചിട്ടില്ലാത്തവർ എത്ര ദുനിയാവുണ്ട് അവർക്ക്. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നമുക്ക് കിട്ടിയത് നമ്മുടെ ഖൈറാൻ. അതുമാത്രമല്ല, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. എന്തൊരു മനോഹരമായ ആയത്താണത്. അധികാരം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അധികാരം കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാണ്. ജയിപ്പിക്കുന്നത് അല്ലാഹുവാണ്, തോൽപ്പിക്കുന്നത് അല്ലാഹുവാണ്. യുഇസ്സു മൻ യശാ. ചിലർക്ക് അല്ലാഹു അഭിമാനം കൊടുക്കും. വയുദില്ലു മൻ യശാ. ചിലരെ അല്ലാഹു നാണക്കേടിലാക്കും. ഇതൊക്കെ ചെയ്താലും ബിയദികൽ ഖൈർ, നിന്റെ കയ്യിൽ ഖൈറുണ്ടല്ലോ അല്ലാഹ്. അധികാരം കൊടുത്തത് ഖൈറാണ്, അത് കൊടുക്കാതിരുന്നതും ഖൈറാണ്. അഭിമാനം കൊടുത്തത് ഖൈറാണ്, അത് തിരിച്ചെടുത്തതും ഖൈറാണ്. ബിയദികൽ ഖൈർ. എന്തോ ഒരു മനോഹരമാണത്. ഖുലില്ലാഹുമ്മ, അല്ലാഹുവേ നീയാണ് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. എന്ത് ചെയ്താലും ഖൈറാണല്ലോ. ഇത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. നമുക്കറിയാൻ പറ്റില്ല അതിന്റെ പിന്നിൽ കിടക്കുന്ന കാരുണ്യം എത്രയാണെന്ന്. അധികാരം തരുന്നത് റഹ്മത്താണ്, അത് കൊണ്ടുപോകുന്നതും റഹ്മത്താണ്. അഭിമാനം തരുന്നത് റഹ്മത്താണ്. അപമാനം തരുന്നതിൽ പോലും അല്ലാഹുവിന് ഖൈറിന്റെ നിശ്ചയമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നീ എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ റഹ്മത്ത് അപാരമാണല്ലോ. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മ ثم نزعناها منه إنه ليئوس كفور. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ നിരാശപ്പെടരുത്, നഷ്ടപ്പെട്ടു പോയാൽ നിരാശപ്പെടരുതെന്ന്. എല്ലാം ഖൈറിനാണെന്നാണ്. എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. നിങ്ങളിപ്പോ കുറെ ആൾക്കാർ വേദമൊക്കെ വന്നു, ഇനിയൊരു കാലം വരും ഞാൻ വേദ പറഞ്ഞാൽ 10 ആൾ തന്നെ ഇരിക്കാനുണ്ടാവില്ല ചിലപ്പോ. അങ്ങനെയൊക്കെ ഒരു കാലം വരും. ഇതൊന്നും ഇന്നും അല്ലാഹു തരൂലെന്നാ. അല്ലാഹു ചില ആളുകളെ കുറച്ചു നേരം പരീക്ഷ നോക്കുക, ഓനതിന് പറ്റുമോ, ഇല്ലെങ്കിൽ അല്ലാഹു ഡിസ്മിസ് ചെയ്ത് അടുത്ത ആളെ സ്റ്റേജ് കയറ്റുന്ന അല്ലാഹുവിന്റെ തീരുമാനം. അങ്ങനെ ദീനിന് അല്ലാഹു നിലനിർത്തും. നമ്മളൊന്നുമല്ല ദീനിന്റെ നിലനിൽപ്പ് നമ്മളെ കൊണ്ടല്ല, അത് അല്ലാഹു ചെയ്യിപ്പിക്കാൻ ചില ആളുകളെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിക്കാൻ. എല്ലാം റഹ്മത്തിനാണ്, എല്ലാം കാരുണ്യമാണ്. നമ്മൾ നിരാശപ്പെട്ടുകൂടാ. അങ്ങനെയാണ്. അത് വരും പോകും, പൈസ വരും പോകും, അഭിമാനം വരും പോകും, അപമാനം വന്നേക്കും. അല്ലാഹു അത് ഉയർത്തി തന്ന ഇസ്സത്ത് തന്നേക്കും. ബിയദികൽ ഖൈർ, നിന്റെ കയ്യിൽ ഖൈറുണ്ടല്ലോ പടച്ചവനെ. നിബിതങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അല്ലാഹു തന്ന റഹ്മത്തുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദുആ ചെയ്യണം.
അള്ളാഹു തന്ന ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ, അള്ളാഹു തന്ന സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കാൻ, മക്കളും ഭാര്യയും വഴിതെറ്റിപ്പോവാതിരിക്കാൻ, അവരൊക്കെ നന്നാവാൻ, റഹ്മത്ത് അല്ലാഹു തിരിച്ചെടുക്കാതിരിക്കാൻ ഒരു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചു പോകണം. ഈ സദസ്സിന് എഴുന്നേറ്റ് പോകുമ്പോ ആ ദുആ പഠിക്കണം. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്തിനെ തിരിച്ചെടുക്കരുതേ അല്ലാഹ്. നമ്മുടെ നിഅമത്താണ് ആരോഗ്യം. ഒരു മനുഷ്യന് തഖ്വ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പറ്റി മനസ്സിലായി സൂക്ഷ്മത ജീവിതത്തിൽ കിട്ടിയാൽ പിന്നെ കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം അൽ ആഫിയ. സല്ലല്ലാഹു അൽ ആഫിയ. അള്ളാഹുവിനോട് ആരോഗ്യം തരാൻ ദുആയിരുന്നോളൂ മുഅ്മിനീങ്ങളെ. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഒരു മുട്ടുംകാലിന് വേദന വന്നാൽ മനസ്സിലാവും കാലിന്റെ വില എത്രയാണെന്ന്. ഊരക്കൊരു ഞെട്ടൽ വന്നാൽ മനസ്സിലാവും ഇത്ര കാലം ഓടിച്ചാടി നടന്നിട്ടൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ പടച്ചോനെ. ഒരു വിരലിന് മുറി വന്നാൽ മനസ്സിലാവും ഒരു വിരലിന്റെ അവസ്ഥ എന്താണെന്ന്. മൂക്കിനോ കണ്ണിനോ ചെവിക്കോ വായക്കോ തൊണ്ടക്കോ വയറിനോ നമുക്ക് അപ്പോഴേ മനസ്സിലാവുന്നുള്ളൂ ഇതിന്റെയൊക്കെ വില എത്രയാണ്. അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹിന്റെ റഹ്മത്താണ്. റഹ്മത്ത് അള്ളാഹ് തന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് വലിയൊരു നിഖ്മത്താണ്, അള്ളാഹിന്റെ ശിക്ഷയാണെന്നാണ്. അത് വരാതിരിക്കാൻ ദുആ ചെയ്യണമെന്നാണ്. ദുആ ചെയ്തോളൂ, എന്റെ കൂടെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاءة نقمتك يا الله. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك يا الله. ചൊല്ലിക്കോളൂ. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك يا الله. പടച്ചവനെ, ഈ പുണ്യമായ സദസ്സിനെ, മുരിയാടെ ഈ മജ്‌ലിസിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, ഇവിടെ ഒരുമിച്ചുകൂടിയ ഒരുപാട് മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഒരുപാട് മഹത്തുക്കൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഖബർസ്ഥാനം, ഇവിടുത്തെ മുഅ്മിനാത്തുകളുടെയൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിന്റെ ഹുദൂറിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹുവേ, നീ തന്ന ആഫിയത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നീ തന്ന നിഅമത്ത് തിരിച്ചെടുക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വതഹവ്വലി ആഫിയതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോവുകയും നീ തന്ന ആരോഗ്യം നഷ്ടപ്പെടുകയും വരുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഫുജാഅത്തി നിഖമതിക. പെട്ടെന്ന് നിന്റെ ശിക്ഷ വരുന്നതും നീ ഞങ്ങൾക്ക് കാക്കേണമേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം തമ്പുരാനേ. അല്ലാഹുവിന്റെ അപാരമായ റഹ്മത്തുകൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ആ റഹ്മത്തുകളിൽ പ്രകടമാണ് അർ-റഹ്മത്തുൽ മുഹ്ദാ. ഈ ലോകത്തിന് റഹ്മത്തായി വന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നൂറാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്. അർ-റഹ്മത്തുൽ മുഹ്ദാ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങ് എന്റെ റഹ്മത്താണ്. അള്ളാന്റെ റഹ്മത്താണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ റഹ്മത്താണ് ഖുർആൻ. അള്ളാന്റെ റഹ്മത്താണ് നമുക്ക് ഇളവുകൾ തന്നത്. അള്ളാന്റെ റഹ്മത്താണ് കുടുങ്ങിപ്പോയാൽ ഹറാമുകൾ അള്ളാഹു നമുക്ക് അനുവദിച്ചു തരുന്നത്. അള്ളാന്റെ റഹ്മത്താണ് അള്ളാഹു തരുന്ന മറ്റ് നിഅമത്തുകൾ. അള്ളാന്റെ റഹ്മത്ത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങൾ അള്ളാന്റെ റഹ്മത്താണെന്ന അതല്ലേ ഖുർആൻ പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങ് റഹ്മത്താണല്ലോ, അങ്ങ് റഹ്മത്താണല്ലോ. നബി തങ്ങൾ ജീവിച്ചിരിക്കെ ശത്രുക്കൾ അള്ളാഹുവിനോട് ശിക്ഷ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ ഔ ഇഅ്തിനാ ബിഅദാബിൻ അലീം. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹുവേ, അല്ലാഹുവിന്റെ നബിയെ, നിങ്ങൾ നബിയാണെങ്കിൽ ഞങ്ങൾക്ക് മീതെ കല്ലുകൾ മഴ വർഷിച്ചോട്ടെ, ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷകൾ വന്നോട്ടെ. എന്താ ശിക്ഷ വരാത്തത്? അല്ലാഹുവിന് കഴിവില്ലേ എന്നൊക്കെ കളിയാക്കിയപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി വരുന്നത്. وما كان الله ليعذبهم وأنت فيهم. നബിയെ, അങ്ങ് അവരുടെ കൂടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു അവരെ ശിക്ഷിക്കില്ല നബിയെ.
അള്ളാന്റെ റഹ്മത്തായ അങ്ങവിടെ ഉണ്ടാകുമ്പോ അള്ളാന്റെ അദാബും റഹ്മത്തും യോജിക്കില്ലല്ലോ. എന്റെ റഹ്മത്തായ അങ്ങവരുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ ശിക്ഷിക്കാത്തത് എന്ന് അതിന് മറുപടി കൊടുക്കുന്നു അല്ലാഹു ജല്ല ജലാലു. അള്ളാഹുവിന്റെ റഹ്മത്തായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെന്ന് പറയുമായിരുന്നു അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ. ഖൽബിന്റെ ഉള്ളിൽ കരുണയുള്ളവർക്ക് കാരുണ്യവാന്റെ കരുണ ലഭിക്കും. കരോ മെഹർബാനി തും അഹ്ലേ ജമീൻ പർ, കരോ മെഹർബാനി തും അഹ്ലേ ജമീൻ പർ, ഖുദാ മെഹർബാൻ ഹോഗാ അർശേ ബരീൻ പർ. അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. നിങ്ങൾ റഹ്മത്ത് ചെയ്തിട്ടുണ്ടോ? ഒരു സഹാബി നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് ആടിനെ അറുക്കാൻ വിഷമമാണ് നബിയെ. അർക്കം വീടിലൂരുണ്ടാവും. ഞാൻ അർക്കൂല. ഉദഹിയത്തൊക്കെ സംഭാവന ഉണ്ട് എന്റെ വക, പക്ഷെ അർക്കൽ അത് ഈ അർത്താൽ മതി, എനിക്ക് പറ്റൂല കേട്ടോ, നിന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഇക്കാലം വരെയായിട്ട് ആടിനും കോഴിനൊന്നും അർക്കാത്തവരൊന്ന് കൈപൊക്കിയാട്ടെ. ഒരു കോഴിനെ പോലും അർത്തിട്ടില്ല. ഞാൻ അർത്തിട്ടുണ്ടേ, നിങ്ങൾ പൊക്കിയാൽ മതി. രണ്ടാളുള്ളൂ ഇവിടെ ആകെ ഈ സദസ്സിൽ കോഴിനറക്കാത്തവര്. നല്ല അറവേരാണല്ലോ ഇവിടെ ഉള്ളവരൊക്കെ. അപ്പൊ കുറെ ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. ചിലരൊരു അവസരമില്ലാത്തോണ്ടായിരിക്കും. മുമ്പൊക്കെ കോഴിനെ പിടിച്ചിട്ട് പള്ളിയിലെ ഉസ്താദ്മാരത്തേക്ക് മുക്രിക്കാരത്തേക്കൊക്കെ അല്ലേ വരില്ല ഉസ്താദ് അർത്തരി. ഇപ്പൊ കോഴിനെ കഴുത്തുകൊണ്ട് പിടിച്ചിട്ട് ഒറ്റ വരക്കാണ് അല്ലേ കോഴിപ്പീടിയക്കാരനെ. നിസ്കരിക്കുന്നുണ്ടാവില്ല, വിസ്മയും ചൊല്ലുന്നുണ്ടാവില്ല, തക്ബീറും ചൊല്ലുന്നുണ്ടാവില്ല. ഹലാലാവൂലേ? മുസ്ലിം അർത്ഥ ജായിസാണെന്നല്ലേ നമ്മുടെ അല്ലെ? ആ പേരിലൊക്കെ പോവാണ് അതൊക്കെ. ഹനഫി മദ്ഹബിലൊക്കെ വളരെ കുറെ കൂടെ കർക്കശമാണെന്നാണ് ആ വിഷയം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ട് ചെയ്യണമെന്നാ. ഏതായാലും ആട്ടെ, ഒരു സഹാബി പറഞ്ഞു, നബിയേ ഇന്നീ ലഅർഹമു ശാത നദ്ബഹഹാ, ആടിനെ അറുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയെ. കാരുണ്യം തോന്നിയിട്ട് പാവമല്ല നബിയെ, എനിക്ക് അറുക്കാൻ തോന്നാറില്ല. ഒരു സഹാബി പറയാം. നബിയുടെ മറുപടി എന്താണ്? ബിറഹ്മതിക ഇയ്യാഹാ സതുർഹം, ആ ആടിനോട് നിങ്ങൾ റഹ്മത്ത് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യും കേട്ടോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് കൊണ്ട് ചെയ്യാതിരിക്കാൻ, മടി കൊണ്ടല്ല, റഹ്മത്ത് കരുണ തോന്നിയിട്ടേ കൊണ്ടാവൂല എന്ന കരുണ ഒരു ജീവിയോട് തോന്നുകയാണെങ്കിൽ അതിന് പകരം പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നമുക്ക് അറിയുന്നൊരു ഹദീസാണിത്. പക്ഷെ ആശയത്തിൽ ഒരു ചെറിയൊരു തിരുത്താനുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നമ്മൾ പറയാറുണ്ട്, ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് റഹ്മത്ത് ചെയ്യും. നല്ല അർത്ഥം വെക്കരുത്, അങ്ങനെ അർത്ഥം പറയാറുള്ളത് അല്ലെ? ഭൂമിയിൽ റഹ്മത്ത് ചെയ്താൽ ആകാശത്തുള്ളവൻ റഹ്മത്ത് ചെയ്യുന്നു. നമുക്ക് അള്ളാഹുവിനെ പറ്റി അങ്ങനെ പറഞ്ഞുകൂടാന്നാ. അള്ളാഹു ആകാശത്താണ് എന്ന ഒരു ഹയ്യിസിലേക്ക്, ഒരു മഖാനിലേക്ക്, ഒരു സൗബിലേക്ക്, ഒരു സ്ഥാനം, ഒരു ഭാഗത്താണ് അള്ളാഹു എന്ന് റബ്ബിനെ പറ്റി നമുക്ക് പറയാൻ പാടില്ല എന്നാണ്. മുഖാലിഫുൽ ലിൽ ഹവാദിസാണ് അള്ളാഹു തആല അൻഹു ഉലുവൻ കബീറ. അള്ളാഹു അവന്റെ സൃഷ്ടിയിലാണ്, അള്ളാഹ് ആകാശത്താണ് എന്ന് പറഞ്ഞുകൂടാന്നാ. അങ്ങനെ വരുന്ന ആയത്തുകൾ പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും, അതിനങ്ങനെ വ്യാഖ്യാനിക്കാനും പാടില്ല എന്നാ. സമാ എന്ന് പറഞ്ഞ കുല്ലു ശൈഇൻ സമാ വഅല, ഉയർന്നതിനൊക്കെ സമാ എന്ന് പറയും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് കാണിക്കണം. ഉന്നതങ്ങളിലുള്ളവർ അള്ളാഹും അവന്റെ മലക്കുകളും നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. മലക്കുകൾ ആകാശത്ത് ശരിയാണ്, പക്ഷെ അള്ളാഹുവിനെ പറ്റി ആകാശത്ത് എന്ന് പറയാൻ പാടില്ല. അള്ളാഹു എവിടെയാണ്? ഐനല്ലാഹ് ഫിസ് സമാ എന്ന് നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനും അർത്ഥം അത്രയുള്ളൂ, അള്ളാഹു ഉന്നതിയിലാണ്, ഉയർച്ചക്ക് പറയുന്ന സ്ഥലമാണ് സമാ. സമാ യസ്മു സുമുവൻ ഫഹുവ സാമിൻ, ഉയർന്നത്. സാമി എന്നൊക്കെ അറബി പറഞ്ഞ നല്ല വാക്കാണ്. നമ്മൾ ശരണമയ്യപ്പ എന്ന് ഉപയോഗിക്കണോണ്ട് നമുക്കത് പേര് വെക്കാൻ പറ്റാത്തത്. അറബികളൊക്കെ സാമി എന്ന് പേര് വെക്കാറുണ്ട്. ഉയർന്നത്, ഉന്നതമായത് എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം. സമാ യസ്മു സുമു എന്ന് പറയില്ലേ, നമ്മുടെ ഷേഖന്മാരൊക്കെ പേര് വിളിക്കുമ്പോ സുമു ഷേഖ്, സമാഹത്ത് സുമു. സമ എന്ന് പറഞ്ഞ ഉന്നതങ്ങളിൽ. അള്ളാഹുവിനെ പറ്റി ആകാശത്ത് എന്ന് പറഞ്ഞുകൂടാന്നാ. അള്ളാഹു ആകാശത്താണ്, അള്ളാഹ് ഭൂമിയിലാണ്. അള്ളാഹുവിന്റെ വുജൂദ് എല്ലായിടത്തുമുണ്ട്. ബിഇൽമിഹി വഖുദ്റതിഹി വറഹ്മതിഹി വഫദ്ലിഹി വഇൻആമിഹി വഇഫ്ളാലിഹി. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടവൻ എല്ലായിടത്തുണ്ട്, അള്ളാഹിന്റെ ഇൽമു കൊണ്ട് അള്ളാഹു എല്ലായിടത്തുണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടവൻ എല്ലായിടത്തുമുണ്ട് എന്നല്ലാതെ അള്ളാഹുവിന്റെ ദാത്ത്
ഒരു സ്ഥലത്താണെന്നോ സമയത്താണെന്നോ അള്ളാഹുവിനെ പറ്റി പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ ഹദീസ് അർത്ഥം വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പറയാ, ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് ചെയ്യും, ആകാശത്തുള്ളവർ അങ്ങനെ പറയണ്ട, ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് ചെയ്യുവിൻ, ഉന്നതങ്ങളിലുള്ളവർ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്കുണ്ടാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ റഹ്മത്താണല്ലോ, അവിടുത്തെ പേരക്കുട്ടിയാണ് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ, ഫാത്തിമ ബീവിയുടെ പൊന്നുമോൻ ഹസൻ റളിയല്ലാഹു അൻഹു. അവിടെ ഒരു അറാബിയായ തമീമിയായ അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയെ 10 മക്കളുണ്ട് നബിയെ, എനിക്ക് ഞാൻ ഇതുവരെ ആരെയും ചുംബിച്ചിട്ടില്ല നബിയെ. അന്ന് അതിനൊന്നും നേരം കിട്ടൂല, യുദ്ധത്തോട് യുദ്ധല്ലേ. ഈ പൊതുപ്രവർത്തകന്മാർക്ക് വീട്ടിലെ കുട്ടികളെ കാണാൻ നേരം ഉണ്ടാവില്ല എന്നാ. വേള വരണ ഉസ്താദ്മാർ, ആക്കോട് ഉസ്താദ് കുട്ടികളെ കാണുന്നുണ്ടോന്ന് അല്ലാഹു ആലം. ഞാൻ കേൾക്കുമ്പോഴൊക്കെ അവിടെ വേണ്ട രാവിലെ വേല, 10 മണിക്ക് വേല, അസർക്ക് വേല, മഗ്‌രിബിന് വേല, ഇശാക്ക് വേല, ഇങ്ങനെ ഓട്ടവും നടത്തവും യാത്രയും. കുടുംബത്തിന് പോകാൻ തന്നെ നേരം കിട്ടൂല. ഇപ്പത്തെ അവസ്ഥ തന്നെ. അന്ന് യുദ്ധല്ലേ, എങ്ങനെ കുട്ടികളെ മാറ്റിയിരിക്കുക, അതിനൊക്കെ പറ്റുമോ? അവിടെ ശത്രുക്കൾ വന്ന് വീട് പൊളിച്ചു പോവോ, അവര് യുദ്ധം വല്ലതും അഴിച്ചുവിടോ എന്നൊക്കെ പേടിച്ച് നടക്കുന്ന കാലാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, നബി ഒരു സത്യം ഞാൻ പറയട്ടെ, 10 കുട്ടികൾ എനിക്കുണ്ട്, ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല നബി ഒരു കുട്ടിയെയും. അഖ്റഅ ഇബ്നു ഹാബിസ് തമീമി റളിയല്ലാഹു തആല അൻഹു നബിയോട് പറഞ്ഞു. തങ്ങൾ അപ്പോഴാ പറഞ്ഞത്, മല്ലാ യർഹം ലാ യുർഹം, റഹ്മത്ത് ചെയ്യാത്തോനെ റഹ്മത്ത് കിട്ടൂല. നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ റിവായത്തിൽ വന്നൊരു സംഭവമുണ്ട്. നിന്റെ ഖൽബിൽ നിന്ന് കാരുണ്യം അല്ലാഹു എടുത്തുകൊണ്ടുപോയാൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വല്ലാത്തൊരു വാക്കാണത്. നിന്റെ ഖൽബിൽ നിന്ന് കാരുണ്യം അല്ലാഹു എടുത്തുകൊണ്ടുപോയാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ ഉമ്മ വെക്കുന്നത് റഹ്മത്തിന്റെ ഭാഗമാണ്. നിബിതങ്ങൾ അവിടുത്തെ പൊന്നുമോൾ മക്കളെയെല്ലാം നിബിതങ്ങൾ ഉമ്മ വെക്കാറുണ്ട്. ഫാത്തിമ ബീവിയെ പോലും കല്യാണം കഴിഞ്ഞിട്ട് പോലും ബീവിയുടെ നെറ്റത്ത് ഉമ്മ വെച്ചിട്ടാണ് നിബിതങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കാറുണ്ടായിരുന്നത്. നബിയുടെ വഫാത്ത് നടക്കുമ്പോ ഹബീബായ നിബിതങ്ങൾ വഫാത്താകാൻ പോകുന്ന കടപ്പിൽ കടന്നപ്പോ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോ എന്നും എഴുന്നേറ്റ് നെറ്റിയിൽ ചുംബിച്ച് നബിയോടൊപ്പം ഇരുത്തിയിരുന്ന വാപ്പാക്ക് എഴുന്നേൽക്കാൻ വയ്യല്ലോ, വാപ്പാക്കിന്ന് എന്നെ ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, വാപ്പാക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് കണ്ട് അപ്പോഴാണ് വാ കർബാ വാ അബതാ, ഉപ്പാ നിങ്ങൾക്കെന്തോ ഒരു വിഷമം പറ്റിയല്ലോ ഉപ്പാ എന്ന് കരഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നും ലഭിക്കാറുള്ള ഹബീബിന്റെ ചുംബനം കിട്ടാതെ പോയപ്പോഴാണ് മഹദിക്ക് പോലും മനസ്സിലായത് ഹബീബിന്റെ സുഖം ഇത്തിരി ഗൗരവമുള്ളതാണെന്ന്. വിധങ്ങൾ ചുംബിക്കുമായിരുന്നു. മക്കളെ നമുക്ക് ഉമ്മ വെക്കാമല്ലോ, സ്വന്തം മക്കൾക്ക് ആൺമക്കളും പെൺമക്കളും ഉമ്മ വെക്കണമെന്നാണ്. പക്ഷേ മക്കളോട് നീതി പാലിക്കണം ചുംബനത്തിൽ പോലും. ഹബീബിന്റെ മുമ്പിൽ വന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു അറാബി വന്നിരിക്കുന്നു നബിയുടെ മുമ്പിൽ. ആ സമയത്തൊരു കുട്ടി വന്നു, ആ അറാബിയുടെ മകൻ വന്നു. ആ കുട്ടിയെ ഉമ്മ വെക്കുകയും അറാബിയുടെ കാലിൽ ഇരുത്തുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ചെറിയ വ്യത്യാസത്തിൽ ഒരു പെൺകുട്ടി കൂടെ കടന്നു വന്നു. ആ മോളെ ഉമ്മ വെച്ചിട്ട് തൊട്ടരികത്ത് പായലിരുത്തിയത് കണ്ടപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെല്ലാം തഅദിൽ, നീതി പാലിച്ചില്ലല്ലോ, നീതി ചെയ്തില്ലല്ലോ എന്ന്. പരിപാടിക്ക് ചെലവുണ്ട് എന്നിപ്പോ നിങ്ങൾ കേട്ടില്ല പറയണത്. നമ്മളിങ്ങനെയൊക്കെ പറയല്ലേ, നിങ്ങളെ ബോധം കെടുത്തി എന്ത് ചെയ്യൂല, പൈസ ഒന്നും പിരിക്കൂല. നമ്മൾ സമസ്തക്കാർക്ക് തന്നെ അറിയാത്തൊരു ഏർപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലതും കിട്ടണമെങ്കിൽ അക്കോടസ്ഥാനെ കൊണ്ട് പറയിപ്പിച്ചാൽ കിട്ടുമോ എനിക്കറിയാം. അത് പറയിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾ വേഗം കൊടുത്തോളൂ ഈ ബക്കറ്റില്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ എന്റെ സുഹൃത്തായി മഹാമനുഷ്യനെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് പള്ളികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു 2 ലോകത്തെയും ഖൈർ കൊടുക്കട്ടെ, ആഫിയത്തും സലാമത്തും അള്ളാഹു കൊടുക്കട്ടെ. ആ മട്ടന്നൂരെ പള്ളിന് ആ ചുറുക്കലും ഭംഗിയിലുമായത് ഈ മഹാമനുഷ്യന്റെ അധ്വാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ സുഹൃത്തിന് ആയുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാരും എല്ലാത്തിനും പറ്റൂലല്ലോ.
അതുകൊണ്ട് ഇന്നതിന് പറ്റൂല, സമ്മതിക്കട്ടെ. അപ്പോ ഉസ്താദ് വാദും പറയും, ഞാനും ആക്കോട് ഉസ്താദ് തമ്മിൽ വ്യത്യാസം അതാണ്. ഞാൻ വേലേ പറയുള്ളൂ, ഉസ്താദ് വാദും പറയും, പ്രവർത്തിക്കുകയും ചെയ്യും, പൈസ പിരിക്കുകയും ചെയ്യും, എല്ലാ അധ്വാനം ചെയ്യും. മൾട്ടി ടാസ്കാണ്. ഇന്നെ ഒന്നിനെ പറ്റുള്ളൂ. ഉസ്താദ് പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അപ്പോ മല്ലായുർഹം ലായുർഹം, നമ്മൾ എന്താ പറഞ്ഞത്? എന്തൊരു വിഷയം പറഞ്ഞല്ലോ. നീതി ചെയ്തില്ല എന്ന് പറഞ്ഞു. ആൺകുട്ടി വന്നു, ചുംബിച്ചു, കാലിലിരുത്തി. മറ്റേ കുട്ടി വന്നു, ചുംബിച്ചു, ആ കുഞ്ഞിനെ തൊട്ടടുത്ത് പായലിരുത്തിയപ്പോഴാണ് നബി തങ്ങളുടെ മറുപടി, ലം തഅദി, നീതി ചെയ്തിട്ടില്ലല്ലോ. ആലോചിച്ചു, എന്ത് നബിയെ, ഞാൻ രണ്ടാളെ ചുംബിച്ചല്ലോ. പോരാ, നിങ്ങളിൽ ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ച് നിങ്ങൾ കാലിലിരുത്തുകയും മറ്റേ കുഞ്ഞിനെ ഉമ്മ വെച്ച് പായയിലാണല്ലോ ഇരുത്തിയത്. ഒന്നുകിൽ രണ്ടുപേരെയും അടിയിലിരുത്തണം, അല്ലെങ്കിൽ രണ്ടുപേരെയും പായലിരുത്തണം. ലം തഅദിൽ, നിങ്ങൾ നീതി ചെയ്തില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്യുമ്മമാരെ, വല്യുപ്പമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഏതെങ്കിലും ഒരു മകനോ ഒരു മകൾക്കോ നിങ്ങളുടെ വീടോ പറമ്പോ സ്ഥലമോ മറ്റുള്ളവരോട് അനീതി കാണിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഒരാളുടെ പേരിൽ എഴുതി കൊടുക്കുന്നത്, നീയെടുത്തോ മറ്റവനോ ഓനൊന്നുമില്ല, നിങ്ങളുടെ അധികാരമാണത്. നിങ്ങൾക്കത് ചെയ്താൽ ഫിഖ് അത് ശരിയാണെന്ന് പറഞ്ഞേക്കും. നിങ്ങളുടെ അനന്തരാവകാശമല്ലല്ലോ. നിങ്ങളുടെ വസിയത്തും നിങ്ങൾക്ക് തോന്നുന്നത് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയേക്കും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം വരും, എന്തേ നിങ്ങൾ നീതി ചെയ്യാതിരുന്നത്? മക്കൾ തമ്മിൽ എന്തിനാണ് അടിപിടി ഉണ്ടാക്കിയത്? ഈക്വലായി ഒരുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ. അനന്തരാവകാശത്തിന്റെ വിഷയമല്ല ഈ പറയുന്നത്. അനന്തരാവകാശത്തിന്റെ നിയമം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അളവിൽ തന്നെ നടക്കണം. പുരുഷന്റെ ഓഹരിയും പെണ്ണിന്റെ ഓഹരിയും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നിസ്കരിക്കണില്ലേ? അള്ളാഹിന്റെ തീരുമാനമല്ലേ? സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. എന്നാ ഇത് അള്ളാഹിന്റെ തീരുമാനം, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്താ ഇപ്പൊ ഞങ്ങളെക്കാൾ ഇരട്ടി ചോദിക്കേണ്ട? അള്ളാഹിന്റെ കലാമാണത്, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ബോട്ടം ലൈൻ അള്ളാഹുവിന്റെ കലാമാണത്. പക്ഷേ വസിയത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സമ്മാനമായി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മക്കൾക്ക് നീതി പാലിക്കണം. ചുംബനത്തിൽ നീതി പാലിച്ചിട്ട് കുട്ടികളെ ഇരുത്തിയത് ഒരാളെ കാലിലും മറ്റാളെ പായയിലും ഇരുത്തിയപ്പോഴാണ്. ഒന്നുകിൽ രണ്ടുപേരും പായയിലിരിക്കട്ടെ, അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങളുടെ മടിയിൽ കയറിയിരിക്കട്ടെ. ഇത് നിങ്ങൾ ചെയ്യാതിരുന്നത് അനീതിയാണെന്ന് പഠിപ്പിച്ച നബിയുടെ ഉമ്മത്തുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വേർതിരിവ് കാണിച്ചുകൂടാ. മക്കൾ തമ്മിൽ വൈരാഗ്യമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. റഹ്മത്തുൽ മുഹ്ദാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർഹമു മൻ ലാ യർഹമു ലാ യുർഹം, മൻ ലാ യർഹമു ലാ യുർഹം. റഹ്മത്തില്ലാത്തവനെ റഹ്മത്ത് അല്ലാഹു തരൂല. ഇന്നൊക്കെ കഠിനമായ കൽബ്. ചില മനുഷ്യന്മാരുടെ മുഖം കണ്ട മനസ്സിലാവുന്ന കൽബിന്റെ കട്ടി എത്രയാണെന്ന്. യാ അല്ലാഹ്, അശദ്ദു മിനൽ ഹിജാറത്തി, അല്ലേ, കൽ ഹിജാറത്തി വശദ്ദു ഖസ്വ. കൽബൊക്കെ ഇങ്ങോട്ട് എടങ്ങേറായിട്ട് ഓന് എങ്ങനെയാണ് ഈ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതെന്നറിയാതെ അതും ഇതും പറഞ്ഞ് ഈ സമൂഹത്തിൽ ഫിത്നയും ഫസാദുമായി നടക്കുന്ന പൊന്നു സാധുക്കളായ സഹോദരന്മാർ, അള്ളാഹുലേക്ക് തിരിച്ചു പോരും. കൽബൊക്കൊന്ന് നന്നാക്കിയേക്കണം. കൽബൊക്കൊന്ന് ലോലമായി. ആരോടായി വൈരാഗ്യം? ആരോടാണ് ഈ കളിക്കുന്നത്? അള്ളാഹുവിന്റെ ദീന് വെച്ച് കൽബിൽ ഈമാന് കൊണ്ട് നടക്കുന്ന ഹൃദയത്തിൽ ഇതൊക്കെ പാടുണ്ടോ? നമ്മൾ ആലോചിക്കണം. മൻ ലാ യർഹം ലാ യുർഹം. റഹ്മത്ത് ചെയ്യാത്തവൻ അള്ളാഹുവിന്റെ റഹ്മത്തില്ല. അള്ളാഹുവിന്റെ റഹ്മത്തില്ലെന്ന് പറഞ്ഞത് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവരുടെ ഒരു അടിമയെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ പിന്നാലെ വന്നിട്ട് പിറകിൽ വന്നിട്ട് ഒരു ശബ്ദമാണ്, യഅലം യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദ് നിങ്ങൾ അറിയണേ, ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി. ഈ മനുഷ്യനോട് നിങ്ങൾക്ക് അധികാരമുള്ള പോലെ നിങ്ങളോട് അധികാരമുള്ളവനാണ് അല്ലാഹു എന്ന് ഓർക്കേണമേ. നിങ്ങളുടെ പരിചാരകൻ അടിക്കല്ലേ, നിങ്ങൾ പ്രഹരിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. ഇത് കേട്ടപ്പോ അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ് ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്. ഞാൻ ഇയാളെ സ്വതന്ത്രനാക്കി വിട്ടു നബിയേ. ഞാൻ ഇയാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഒരടിമക്ക് കിട്ടേണ്ടത് സ്വാതന്ത്ര്യമാണ്, അതിലും വലുതില്ല. അത് കിട്ടിയാൽ മാഷാ അല്ലാഹ് ഞാൻ കൊടുത്തു നബിയേ.
നിബിതങ്ങളുടെ മറുപടി അമാലൗലം തഫഅൽ ലലഫഹത്കന്നാർ, നിങ്ങളത് ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയ് നിങ്ങളുടെ മുഖത്ത് കയറി പിടിക്കുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യദ്രിബ് ഗുലാമൻ വലം റഅസൻ വലാ ദാബത്തൻ, ഒരു കുട്ടിയെയോ ഒരു മൃഗത്തെയോ ഒരു പരിചാരകനെയോ ഒരു ഭാര്യയെയോ കൈകൊണ്ടടിച്ചിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 7 വയസ്സായുമ്പോൾ നിസ്കരിക്കാൻ പറയണം, 10 നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന്. ഹബീബിന്റെ കൈകൊണ്ടൊരു കുഞ്ഞിനെ നബി അടിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് അങ്ങനെയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ മക്കളോട് സ്നേഹം കാണിച്ച നബിയാണത്. മക്കളോട് സ്നേഹം കാണിക്കുവിൻ, റഹ്മത്ത് കൊടുക്കുവിൻ. നബിയുടെ പൊന്നുമോൻ പേരക്കിടാവ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഒന്നിരിക്കെ ഉമർ ഫാറൂഖ് തങ്ങൾ മിമ്പറിൽ കയറി നിൽക്കുമ്പോ ഹുസൈൻ ഇബ്നു അലി തങ്ങൾ ചെറിയ കുട്ടിയാണ്, തങ്ങൾ കുട്ടിയാണ്. അവരൊക്കെ കാണുമ്പോ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അവരുടെ കൈപിടിച്ച് ചുംബിക്കുന്ന ആരെ? സയ്യിദന്മാരുടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 20-ൽ താഴെയാണ് വയസ്സവർക്ക്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, തങ്ങളാണ്. ആ തങ്ങളെ കാണുമ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അവരുടെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയും, ഹകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരെ കണ്ടാൽ ഇങ്ങനെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആര് കൽപ്പിച്ചു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദല്ലാത്ത ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് മുത്തിയിട്ടുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൈപിടിച്ച് മുത്തിയിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങളുടെ റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് പരസ്പരം കാണിച്ചിരുന്ന ബഹുമാനമാണത്. നബി തങ്ങളുടെ അഹ്ലു ബൈത്തിനോട്, ആലിമീങ്ങളോട്, നേതാക്കന്മാരോട്, ഉമറായിനോട്, ഖലീഫമാരോടൊക്കെ കാണിക്കുന്ന ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പിഞ്ചുമോൻ ഉമർ തങ്ങൾ നബിയുടെ മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ പറഞ്ഞു, യാ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ്, ഫാറൂഖ് എന്നവരെ ഇൻസിൽ മിൻ അലാ മിമ്പരി അബി വസ്അദ് അലാ മിമ്പരി അബീക, ഇത് എന്റെ വാപ്പ അഷ്റഫുൽ ഖൽഖ് നിന്നിരുന്ന മിമ്പറാണ്, എന്റെ വാപ്പയുടെ മിമ്പറിൽ നിന്ന് ഇറങ്ങണം ഉമർ എന്നവരെ. നിങ്ങളുടെ വാപ്പാക്ക് വല്ല മിമ്പറുണ്ടെങ്കിൽ അവിടെ പോയി കയറിക്കൂടെ? ചോദ്യം ചോദിക്കാം. ആരെ? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു, ചെറിയ കുട്ടിയെ, ഇതിന്റെ ഉപ്പാന്റെതാണ്. കുട്ടികൾ അങ്ങനെ പറയില്ലേ, പാപ്പാന്റെ മൊബൈലൊക്കെ അതിന്റെ ഉപ്പാന്റെതാണ്. കുട്ടികൾ വല്ലാത്ത രസാണെന്ന്. അവരിൽ സെൽഫിഷ്നെസ്സും കാണും, സെൽഫ്ലെസ്നെസ്സും കാണും. എങ്ങനെ? ചിലപ്പോ വല്ലാണ്ട് ധർമ്മം ചെയ്തേക്കും, ചിലപ്പോ ഞാർക്കും തരൂല എന്ന് പറയും. ഇത് രണ്ടും പറയും കുട്ടികൾ. അതാണ് അത്ഭുതം. ഞാർക്കും കൊടുക്കൂല എന്ന് പറയും, അടക്കി വിതരണം ചെയ്ത് ഒക്കെ കൊടുത്ത് തീർത്തു വരും ചെയ്യും. അങ്ങനെ ഉണ്ടാവും. ഈ രണ്ട് സ്വഭാവം കുട്ടികളിൽ കാണുന്നു. അത് വലിയ കുട്ടികൾ ആദ്യം പഠിക്കുന്നത് നോ എന്ന് പറയാനാ. മലയാളത്തിലാകുമ്പോ ഇല്ല എന്ന് പറയും, അറബിയിലാകുമ്പോ ലാ എന്ന് പറയും. നാ എന്ന് പറയുന്ന മുമ്പ് ആദ്യം ഇല്ല എന്നാ പറയാന്ന്. അത് ഉലമാ പറയുന്നത് ലത്തീഫയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ കലിമത്തു ഷഹാദത്തിന്റെ ആദ്യത്തെ വേർഡ് അപ്പൊ തന്നെ ഉച്ചരിച്ചു എന്ന് മനസ്സിലാക്കാമെന്ന്. നെഗേഷൻ, ഇല്ല എന്ന് പറയുന്ന സ്വഭാവം കുട്ടികളിൽ കാണുന്നതാണ്. ഇല്ല, വേണ്ട, ഭക്ഷണം വേണ്ട, തലകൊണ്ട് ആട്ടിയിട്ട് തന്നെ പറയും. ചെറിയ പ്രായമുള്ള കുട്ടികളിന് വേണ്ട എന്ന് ആദ്യം പറയാൻ. ഞാൻ എന്റെ മോളെ പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ. അവർക്ക് ഒരു വയസ്സ് 2 മാസത്തെ ആയിട്ടുള്ളൂ ഇപ്പോ. ഭക്ഷണം വേണം എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ലാന്നേ പറയുള്ളൂ. ഉണ്ട് എന്ന് അങ്ങ് കാണിക്കാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഇല്ല എന്ന് ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇല്ലാന്നും പറഞ്ഞു വേണ്ട ആഴ്ച മുമ്പ്. അപ്പൊ നഫി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈജാബും മൂജബയൊക്കെ പിന്നെ വരുമെന്ന് വിചാരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയണത്, ഉമർ എന്നവരെ ഇതിന്റെ ഉപ്പാന്റെ മിമ്പറാണ്, ഇവിടെ നിന്ന് ഇറങ്ങണം. നിങ്ങളുടെ ഉപ്പാന്റെ മിമ്പറുണ്ടെങ്കിൽ അവിടെ കയറിക്കോളൂ, ഇത് എന്റെ ഉപ്പാന്റെ മിമ്പറാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യാ ഹുസൈൻ ഇബ്നു അലി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാവായ പൊന്നുമോനെ, ലം യകുൽ ലി അബീ മിമ്പറ, എന്റെ ഉപ്പാക്ക് മിമ്പർ ഉണ്ടായിരുന്നില്ല, എന്റെ ഉപ്പാക്കൊരു മിമ്പർ ഉണ്ടായിരുന്നില്ല ഹുസൈൻ എന്നവരെ എന്ന് പറഞ്ഞ് പിഞ്ചു കുട്ടിയെ കയ്യിലെടുത്ത് മിമ്പറിൽ കയറിയിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് നബി കാണിച്ചിരുന്ന സ്നേഹമായിരുന്നു. സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങളുടെ സംഭവം. ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും ഒരു ചമന്ന കുപ്പായമിട്ട് മിമ്പറയും നബി തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ നബി തങ്ങളുടെ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ
നബി തങ്ങൾ വെള്ളിയാഴ്ച ജുമുഅക്ക് മിമ്പറിൽ കയറും, അത്യാവശ്യമായ ഉത്ബോധനങ്ങൾ ചെയ്യാനും തങ്ങൾ മിമ്പറിൽ കയറും. അപ്പോ ഫഖതബ ഖുതുബതൻ എന്നൊക്കെ പറഞ്ഞ ജുമുഅ ഖുതുബ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലാന്ന്. നബി തങ്ങൾ മിമ്പറിൽ നിൽക്കുമ്പോ കുട്ടികൾ രണ്ടുപേര് നടന്ന്, ഒരാൾ വീഴുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും വീഴുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാരുണ്യത്തിന്റെ നിറകുടമായ ഹബീബിന് ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ താഴെ ഇറങ്ങി വന്ന് രണ്ട് കുട്ടികളെയും കയ്യിലെടുത്ത് മിമ്പറിൽ കയറി അവിടുത്തെ ഖുതുബ തുടർന്നുകൊണ്ടിരുന്നു. ഇവരങ്ങൾ പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഫിത്നയാണെന്ന് പറഞ്ഞുവല്ലോ. എത്ര സത്യമാണത്. ഞാൻ നിങ്ങൾക്ക് ഈ മിമ്പറിൽ നിങ്ങളോട് ഖുതുബ ചെയ്തുകൊണ്ടിരിക്കെ എന്റെ കുട്ടികളെ വീഴുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് അവരെ എനിക്ക് പൊക്കിയെടുത്ത് കൊണ്ടുവരേണ്ടി വന്നുവല്ലോ. എന്റെ ഖുതുബക്ക് ഒരു ഇന്ററപ്ഷൻ നടന്നുവല്ലോ. ഇതുകൊണ്ടാണ് അല്ലാഹു തആല മക്കൾ ഫിത്നയാണെന്ന് പറഞ്ഞത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കെ നിസ്കാരത്തിൽ നിന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. നബി സുജൂദിൽ തന്നെ കിടക്കുകയാണ്. സുജൂദിൽ തന്നെ കിടക്കുക, തല ഉയർത്തുന്നില്ല. മദീനയിലാണ് സംഭവം. സ്വഹാബികൾ പേടിച്ചു, നബി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുവോ? നമ്മുടെ പള്ളി പോലെ അടച്ചുറപ്പുള്ള പള്ളിയൊന്നുമല്ലല്ലോ ഒന്ന്. ഓല മേഞ്ഞ ഓലയുടെ തകിടുകളാ, ആർക്കും കടന്നു വരാം അതിന്റെ ഉള്ളിലേക്ക്. അങ്ങനത്തെ പള്ളിയാണ്. നിബിതങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒരുപാട് നേരം സുജൂദിൽ കിടന്നപ്പോ ഞങ്ങളൊക്കെ പേടിച്ചു പോയി. നിബിതങ്ങൾക്ക് വല്ലതും സംഭവിച്ചുവോ? തങ്ങൾ വഫാത്തായോ? ആരെങ്കിലും വന്ന് നബിയെ ആക്രമിച്ചുവോ എന്നൊക്കെ പേടിച്ചു. ഒരു സഹാബി പറയാൻ, ഞാനൊന്നും മെല്ലെ തലപൊക്കി നോക്കി. തലപൊക്കിയ നിസ്കാരം ബാത്തിലാണ്. പക്ഷെ ഹബീബായ നബിക്ക് വല്ലതും സംഭവിച്ചോ എന്ന് നോക്കാനിരിക്കുന്ന സഹാബികളാണവർ. അവർക്കത് പ്രശ്നമില്ല. ഹബീബിന്റെ ജീവനാണ് അവിടെ പ്രാധാന്യം. നിസ്കാരം അവർക്ക് മടക്കി നിസ്കരിക്കാം. ഹബീബിന് അപകടം പറ്റിയാൽ അതിപ്പം നോക്കിയില്ലെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് അതാണ്. തങ്ങൾ ഗുഹയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സിദ്ദീഖ് എന്നവർ ആദ്യം കടന്നു റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ പാമ്പുള്ള മാളങ്ങളൊക്കെ അടച്ചുപിടിച്ചില്ലേ? എന്തെന്നറിയോ? കടിക്കണം, ഇന്നെ കടിച്ചോട്ടെ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ റസൂൽ വഫാത്താവരുത്, നബി ജീവിക്കണം. നബി ജീവിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന്റെ മമ്പഴാണ്, ഹിദായത്തിന്റെ പ്രകാശമാണ്. ഞാൻ മരിച്ചാൽ വേറെ അനുയായികളുണ്ടല്ലോ, ഹബീബ് മരിച്ചാൽ വേറെ നബിയില്ലല്ലോ, അതുകൊണ്ട് നബി ജീവിക്കട്ടെ. അപ്പൊ നബി തങ്ങൾ സുജൂദിൽ തന്നെ ഉണ്ട്, മനസ്സിലായി. സലാം വീട്ടിയപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖിഫ്നാ അലൈക, ഞങ്ങൾക്ക് വല്ലാതെ പേടി വന്നല്ലോ നബി, എന്തു പറ്റിയെന്ന് പറഞ്ഞു. എന്റെ റഖിബനീബിനായ എന്റെ രണ്ട് മക്കളും എന്റെ തോളിൽ കയറി കളിക്കാൻ തുടങ്ങി. ഞാൻ സുജൂദിലേക്ക് പോയപ്പോ എന്റെ പിഞ്ചുമക്കൾ ഹസൻ ഹുസൈൻ എന്നവർ എന്റെ പെരടിയിൽ കയറിയിരുന്നു. അവർ കളിക്കാൻ തുടങ്ങി. അവരുടെ കളി തീരുന്നവരെ തലപൊക്കാൻ എനിക്ക് തോന്നിയില്ല. അവർ കളി മതിയാക്കി എന്റെ കഴുത്തിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് ഞാൻ സുജൂദിന് തല ഉയർത്തിയത് എന്ന് ലോകത്തിന് കരുണ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് തോന്നുന്ന കരുണ സ്വാഭാവികമായിരിക്കാം. പക്ഷേ ഇതെന്റെ റസൂൽ അവിടുത്തെ മക്കളോട് കാണിച്ച സ്നേഹത്തിന്റെ ഇത്തിബാഅാണെന്ന് വിചാരിച്ചാൽ മക്കളോട് നമ്മൾ ചെയ്യുന്ന കരുണ നമുക്ക് ഇബാദത്തിന്റെ കൂലി ലഭിച്ചേക്കും. ഇതിന്റെ നബി ചെയ്തിട്ടുണ്ടല്ലോ, അർ-റഹ്മത്തുൽ മുഹ്ദാ. ഇത് സത്താവായ റബ്ബിന്റെ മറ്റൊരു കരുണയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമുക്ക് പെർമിഷൻ എത്ര നിർത്താനായോ? സമയായില്ലേ? നമുക്ക് പോകാനുണ്ട്. അപ്പോ ഒരു 15 മിനിറ്റ് കൂടെ, കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് 15 മിനിറ്റ് സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പോയിക്കൂലേ? അപ്പോ ഒരു 15 മിനിറ്റ് കൂടെ, അപ്പോഴേക്ക് ഏകദേശം സമയം എനിക്ക് പോവാനുണ്ട്. പിന്നെ മുസ്തഫ ദവിയാക്കൂടെ എന്തെങ്കിലും 2 വാക്ക് തബറുക്കിനെങ്കിലും നിങ്ങളോട് പറയും എന്ന് ഇല്ലേ? എപ്പോഴും പറയണ്ടെന്നാ പറഞ്ഞത്, എന്നാലും പറഞ്ഞൂടെ അല്ലേ 2 വാക്കൊക്കെ? ഇൻഷാ അല്ലാഹ്. അല്ലാഹ് വല്ലാഹി ഇന്നി ഉഹിബ്ബുഹു ഫില്ലാഹ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന് മദീനയിലേക്ക് ഒരു കച്ചവട സംഘം വന്നപ്പോ അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോടൊപ്പം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്,
മദീനയിലേക്ക് വന്ന കച്ചവടക്കാരാണ്, അവർക്ക് പള്ളിയിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മളൊന്നും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും സൗകര്യം ചെയ്തു കൊടുക്കാറില്ല അല്ലേ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അള്ളാഹുവിനുള്ളതാണെന്നാണ്. അത് ഏത് ഗ്രൂപ്പ് എന്താണെങ്കിലും പള്ളിന്റെ മിൽക്ക് ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണെന്നാണ്. അതുകൊണ്ടാണ് ഹാറൂൺ റഷീദ് ഭാര്യയെ തുലാക്ക് ചൊല്ലാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞത്, നീ എന്റെ അധികാരത്തിൽ നിന്ന് ഇന്നത്തെ രാത്രി പുറത്തു പോയിട്ടില്ലെങ്കിൽ നിന്റെ തൊലാക്ക് സംഭവിക്കുന്നു. പേടിച്ചുപോയി. പിന്നെ വാക്ക് ആവേശത്തിനങ്ങ് പറഞ്ഞു, തൊലാക്ക് കൊല്ലേണ്ട ഒരു ഉദ്ദേശം ഇല്ലതാനും, ഇനി വല്ല മാർഗമുണ്ടോ രക്ഷപ്പെടാനോ? കാരണം അന്നത്തെ 4 രാത്രി തുടർച്ചയായ യാത്ര ചെയ്താലും ഹാറൂൺ റഷീദിന്റെ അധികാരത്തിന് പുറത്തെത്തൂല. അധികാരത്തിന് എന്റെ രാജ്യത്തിന്റെ പുറത്തു കടന്നെങ്കിലല്ലാതെ തൊലാക്ക് നിങ്ങൾക്ക് ഒഴിവായി കിട്ടൂല. എന്റെ രാജ്യത്തിന്റെ പരിധിക്ക് പുറത്തു പോകണം, ഇല്ലെങ്കിൽ നിനക്ക് തൊലാക്ക് സംഭവിക്കും. എന്തോ ദേഷ്യപ്പെട്ടവ പറഞ്ഞതാ. ആ ചരിത്രങ്ങൾ കേട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഖാദി അബൂ യൂസുഫ് റഹ്മഹുല്ലാ, ഹനഫി മദ്ഹബിന്റെ പ്രധാനപ്പെട്ട ഇമാം അവറുകളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, ഇവർ വന്നിട്ട് പറഞ്ഞു, ഇമാം അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, രാജാവ് നിസ്കരിക്കുന്ന പള്ളി ഉണ്ടല്ലോ ഇവിടെ, ആ പള്ളി പോയി കിടന്നോട്ടെ, അന്ന് രാത്രി കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു, എവിടെയും പോണ്ട, ഈ പള്ളി നിങ്ങളുടെ അധികാരത്തിലല്ല. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളിയുടെ അധികാരം അള്ളാഹുവിനാണെന്ന, അത് നിങ്ങളുടെ പരിധിപ്പെടൂല. അന്ന് രാജാവിന്റെ പള്ളിയിൽ സുന്ദരമായി കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. നേരം വെളുത്തിട്ട് പോന്നു. ഇന്നത്തെ രാത്രി എന്നല്ലേ പറഞ്ഞു, രാത്രി കഴിഞ്ഞപ്പോ പോന്നു. അപ്പോ അള്ളാഹുവിന്റെ ജിവാറിൽ ഒരു ഉറക്കം കിട്ടിയില്ല എന്ന് ചോദിച്ചു ഹാറൂൺ റഷീദ്. അപ്പോ അന്നവരെ പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു. പള്ളിയിൽ മിനിമം ബാത്റൂമും ടോയ്ലറ്റൊന്നും പൂട്ടിയിടരുത്, അത്രയും ഞാൻ പറയാനുള്ളത്. താമസിക്കാൻ സൗകര്യമില്ലെങ്കിലും ടോയ്ലറ്റൊക്കെ പൂട്ടിയിടുന്ന ആവശ്യക്കത്തരൊക്കെ ഒഴിവാക്കണം എന്ന് അഭിപ്രായമുണ്ട് എല്ലാ നാട്ടുകാരോടും. മനുഷ്യന്മാർക്ക് വല്ല കുടുങ്ങിയിട്ടൊന്ന് മൂത്രമൊഴിക്കാനോ ഒന്ന് ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥ വന്നാലേ എന്തോ ഒരടങ്ങാറ. പൂട്ടിയിട്ട് എത്ര ചാവിയാൻ തുറന്നാലും കിട്ടാത്ത ജാതി പൂട്ടലാ പൂട്ടണത്. എന്താണ് അതിന്റെ ഉള്ളിൽ കിടക്കണമെന്ന് അല്ലാഹു ആലം. പണ്ടത്തെ കാലത്തൊക്കെ ക്ലോസറ്റ് ഒന്നും ഇല്ലാത്ത കാലത്തോലെ വൃത്തിയേടാക്കി പോയി എന്നൊക്കെ. ഒന്നും അങ്ങനെയൊന്നുമില്ല, വെള്ളം ഒഴിച്ചാൽ വൃത്തിയാവില്ലേ? മൂത്രപ്പുരകളൊക്കെ ഉഷാറായി കൊണ്ടുനടക്കണില്ലേ? കുറച്ച് ആളുകൾക്ക് പബ്ലിക്കിന് നിസ്കരിക്കാൻ വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പബ്ലിക് ടോയ്ലറ്റുകൾ, ഒരാൾക്ക് മൂത്രമൊഴിക്കാനല്ല ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് വല്ല കാര്യം ചെയ്യാനുണ്ടെങ്കിലൊക്കെ സൗകര്യം എല്ലാ പള്ളിയിലും ചെയ്യും. വജഅലു അലൈഹ മതാഹിറ, ശുദ്ധി വരുത്താനും മൂത്ര വിസർജനം ചെയ്യാനൊക്കെ സൗകര്യം നിസ്കരിക്കാൻ വരുന്നവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതാണ്. അതൊന്നും എന്ത് ചെയ്യരുത്, പൂട്ടിയിടരുത്. ഇൻഷാ അല്ലാഹ്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ പോയി നോക്കിയിട്ടില്ല. നമ്മുടെ പള്ളിയൊക്കെ വളരെ മനോഹരമായി നിങ്ങൾ തന്നെ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി ഉണ്ടാക്കിയ പള്ളിയാണ്. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ബഹുമാനപ്പെട്ട മുരിയാട് ഉസ്താദ് അവറുകൾ 40 കൊല്ലമായിട്ട് നിങ്ങൾക്ക് എന്റെ നാട്ടിൽ സേവനം, ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഇനി കിട്ടാണ്ടോ? ഞാനൊന്ന് ഉസ്താദിനെ കാണുമെന്ന് വിചാരിച്ച വന്നത്. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു, ഉസ്താദ് ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് വന്നാൽ കാണാലോ, ഒന്ന് ദ്വാരപ്പിക്കണം, ഉസ്താദിനെ കൊണ്ട് മന്ത്രിച്ചൂരിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് നിയ്യത്ത് ചെയ്ത് വന്നതാണ്. പക്ഷേ തൗഫീഖ് ആയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അവർക്കും നമുക്കൊക്കെ ആയുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും രണ്ടുപേരുമാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. മദീനയിലേക്ക് വന്ന കച്ചവടക്കാരാണ്. അപ്പൊ അവിടെ വേറെ ഫാമിലിയും കിടക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത്, പള്ളിക്ക് പുറത്ത്. അവിടെ കുട്ടികൾ കരയുന്നുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, കരയുമ്പോ ആ കുട്ടിയുടെ കരച്ചിലൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു പോകുന്നു. രാത്രിയാണേ. അപ്പൊ കുട്ടിയൊന്ന് മിണ്ടാതിരുന്ന്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും കുട്ടിയുടെ കരച്ചില്. ചോദിച്ചു, ആ കുട്ടിന്റെ കരച്ചില് ഒന്ന് നിർത്തിൻ, കുട്ടിയൊന്ന് നോക്കിനുമ്മ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു. വീണ്ടും കുട്ടി രാത്രി പുലരുവോളം കരയാൻ തുടങ്ങിയപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീടിന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, ഇന്നീ ലഅറാകി ഉമ്മ സൂഇൻ, നിങ്ങളെ മോശപ്പെട്ട ഒരു ഉമ്മയാണല്ലോ, കുഞ്ഞിന്റെ കരച്ചില് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ആ ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ മുലകുടി നിർത്തുകയാണ്. സമയമായെന്ന് ചോദിച്ചു. ഇല്ല, സമയമായിട്ടില്ല. മുലകുടി മാറ്റിയ കുഞ്ഞുങ്ങൾക്കല്ലയോ ഖലീഫ ഉമർ ഫാറൂഖ് എന്നവരെ റേഷൻ കൊടുക്കുന്നത്. എന്റെ കുഞ്ഞ് മുലകുടി മാറ്റിയെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിന് ഫിതാമ് ചെയ്യുകയാണ് ഞാൻ, എന്റെ കുഞ്ഞിന്റെ മുലകുടിക്ക് നിർത്തുകയാണ് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ വല്ലാതെ വേദനിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിൽ സുബഹി നിസ്കാരത്തിന് ഇമാം നിന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഖിറാഅത്ത് പോലും മുഅ്മിനീങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധം ഹൃദയം
കണ്ഠമിടറിപ്പോയി, ഖിറാഅത്ത് പൂർത്തിയാക്കാൻ പറ്റാതെ കരഞ്ഞുപോയി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, നാദാ മുനാദിൻ, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുസാലി ഉമർ, ഉമറിന്റെ നാശമേ, ഉമറിന് വന്ന അപകടമേ, നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കണം, ഉമറിന്റെ അധികാര പരിധിയിൽ ഏതെല്ലാം കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നുണ്ടോ അവർക്ക് മുലകുടി മാറ്റേണ്ട ആവശ്യമില്ല, അതിന്റെ മുമ്പേ അവർക്ക് റേഷൻ ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് അനുവദിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ പെട്ടെന്ന് മുലകുടി നിർത്തരുതേ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ റേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാറൂഖ് എന്നവരുടെ വേദനയായിരുന്നത് എനിക്ക് വേണ്ടി കുട്ടികൾ വിഷമിക്കുകയോ, എന്റെ ഒരു നിയമത്തെ ചൊല്ലി മക്കളിവിടെ അസമയത്ത് മുലപ്പാല് കൂടി നിർത്തുകയോ അത് വേണ്ട, എല്ലാവർക്കും എല്ലാ മൗലൂദിനും ജനിച്ചു വീഴുന്ന മക്കൾക്കൊക്കെ റേഷനുണ്ട് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ ഏൽപ്പിച്ചു. ആ ഉമർ തങ്ങളാ പറഞ്ഞത്, ഇസ്ലാമിന്റെ അധികാര പരിധി ഇറാഖിലേക്ക് നീണ്ടുകിടക്കുകയാണ്. ഇറാഖിൽ ദിജ്ലയുണ്ട്, ടൈഗ്രീസുണ്ട്, യൂഫ്രട്ടീസ് ഉണ്ട്. ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഓരങ്ങളിൽ പേയ്മെന്റുകൾ ചെയ്തിട്ടില്ല, നടക്കാനുള്ള സൗകര്യം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പേടിക്കുകയാണ്, ഏതെങ്കിലും ഒട്ടക സംഘം നൈലിന്റെയോ യൂഫ്രട്ടീസിന്റെയോ ടൈഗ്രീസിന്റെയോ ദിജ്ലയുടെയോ ഫുറാത്തിന്റെയോ അരികിലൂടെ നടന്നു പോയിട്ട് മണ്ണിടിഞ്ഞു പോവുകയും ആ ഒട്ടകത്തിന്റെ കാലിടറുകയും ചെയ്ത് ഒട്ടകം വീണുപോയാൽ അതിന് ഉമർ അല്ലാഹുവിന്റെ കോടതിയിൽ ബോധിപ്പിക്കേണ്ടി വരുമോ എന്നെനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എനിക്കതിനെപ്പറ്റി പേടി വരുമോ? ഇതിനെപ്പറ്റി പേടി വരുമോ? അള്ളാഹുവിന്റെ വിഷയത്തിൽ മക്കളെ സൂക്ഷിക്കാനും സമൂഹത്തിന് ജനങ്ങൾക്ക് മാത്രമല്ല മൃഗങ്ങളോടും റഹ്മത്ത് കാണിക്കാൻ അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ അനുയായികളും കാണിക്കുന്ന നമുക്ക് കാണിച്ചു തരുന്ന മാതൃകകൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എല്ലാവർക്കും നിങ്ങൾക്ക് മാതൃകയുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി റഹ്മത്താണ്, നമ്മുടെ വിഷയവും റഹ്മത്താണ്, കരുണയാണ് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പള്ളിക്ക് അടിച്ചുമാറി കൊടുത്തിരുന്ന ഒരാൾ ഗുലാമുൻ അസ്വദു, ഒരു കറുത്ത അടിമയായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അല്ല ഇംറഅത്തുൻ സൗദാ, കറുത്ത നിറമുള്ള ഒരു പെണ്ണായിരുന്നു പള്ളിയുടെ മുറ്റം അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. അന്ന റജുലൻ അസ്വദ അവ ഇംറഅതൻ കാന യഖൂദു ഫിൽ മസ്ജിദ് യഖുമുൽ മസ്ജിദ്, പള്ളി വൃത്തിയാക്കുന്ന, പള്ളിയുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരാൾ, അയാൾ മരിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വിവരം നബിയെ അറിയിക്കാതെ രാത്രിക്ക് രാത്രി തന്നെ അവരെ മറവ് ചെയ്തു. നബിയെ വിളിച്ചുകൊടുത്തണ്ടല്ലോ, നബീന്റെ ഉറക്കത്തിനെ ബുദ്ധിമുട്ടാക്കുന്നത് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? രാത്രി എന്നെ മറവ് ചെയ്തു. നമ്മളല്ലേ വെച്ചുകൊണ്ടിരിക്കല്, ഗൾഫിൽ നിന്ന് വരാണ്ട്, ദുബൈയിൽ നിന്ന് വരാണ്ട്, ഖത്തറിൽ നിന്ന് വരാണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാ മരിച്ചു കഴിഞ്ഞാൽ ഖദ്ദിമു, പെട്ടെന്ന് കൊടുത്തേക്കിൻ, ആ മയ്യത്തിന് ഖബർ ഖൈറായിരിക്കും. പിന്നെ എന്തിനാ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിലേക്ക് അതിനാക്കി കൊടുക്കിൻ. ഈ മയ്യത്ത് മോശമാണെങ്കിൽ എന്തിനാ ഈ മോശപ്പെട്ട മയ്യത്ത് ഭൂമിന്റെ മേലെ കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കിൻ. 2 നിലക്കും പെട്ടെന്ന് മറവേണമെന്നാണ്. ഒന്നുകിൽ അത് ഖൈറാൻ, ആ മയ്യത്തിന് ഖബർ കൊണ്ടുപോയി, അല്ലെങ്കിൽ മയ്യത്ത് ഷർറ, എന്തിനാ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് മറവേരിക്കും. അറബികളൊക്കെ ആ സുന്നത്ത് വല്ലാതെ പാലിക്കുന്നുണ്ട് അല്ലേ, പെട്ടെന്ന് മറവേയും. നമ്മൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളും എംബാം ചെയ്യുന്നതും ഒക്കെ നിർത്തേണ്ട ഏർപ്പാടാണ്. അങ്ങനൊന്നുമില്ല. എവിടെയാണോ മരിക്കുന്നത്, ഇല്ല ആ മയ്യത്തിന് കാരണമില്ലാതെ നക്കല് പോലും ചെയ്യാൻ പാടില്ല. ഇവിടെ മരിച്ചു ഇവിടെ തന്നെ മറവ് ചെയ്തോട്ടെ, വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും, ഒരു കാര്യമില്ല. എവിടെയാണ് മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത്, ആ ഖബർ അവർക്ക് സ്വർഗമാണ്. മുഅ്മിനിന്, കാഫിറിനും ഫാസിഖിനും അത് നരകമാണ്. അത് എവിടെ കടത്തിയാലും കണക്കാണ്. അപ്പോ പെട്ടെന്ന് മറവ് ചെയ്തു, നബിയെ അറിയിച്ചില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ കാണാതെ വന്നപ്പോ ചോദിച്ചു, മാ ഫഅല ഫുലാൻ, ആൾക്ക് എന്ത് പറ്റി, കാണില്ലല്ലോ, നമ്മൾ അടിച്ചു വരുന്ന ആളെവിടെ? മാത യാ റസൂലല്ലാഹ്, മരിച്ചുപോയിട്ടുണ്ട് നബിയെ, മരിച്ചുപോയി. അഫലാ ആദൻതുമൂനി, നിങ്ങൾ എന്താണ് എന്നെ അറിയിക്കാതിരുന്നത്? നബിയുടെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? പറഞ്ഞു, നബിയെ അയാളൊക്കെ മരിച്ചത് അങ്ങയെ വിളിച്ചറിയിച്ച് അങ്ങയെ ഉറക്കം കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു, ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു.
തങ്ങൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഫദുല്ലൂനി അലാ ഖബരിഹി, എവിടെയാണ് നിങ്ങൾ അവരെ മറവ് ചെയ്തത്, അവരുടെ ഖബർ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് നബി തങ്ങൾ ചോദിക്കുകയും ഫഅതാ അലാ ഖബരിഹി ഫഅതാ ഖബറഹു ഫസല്ല അലൈഹി, ആ ഖബറിന്റെ അരികത്ത് ചെല്ലുകയും അവിടെ ചെന്ന മയ്യിത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് നിസ്കരിക്കുകയും ചെയ്തുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. നിബിധങ്ങൾ നമ്മളൊക്കെ ഇൻസിഗ്നിഫിക്കന്റ്, അങ്ങനെ വിചാരിക്കില്ല, ഒരു നിസ്സാരനാള ആൾ, അങ്ങനെ ആരെ പറ്റി വിചാരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണേ. ഒരു മനുഷ്യന് ഏറ്റവും വലിയ തെറ്റുമതി ഒരു മനുഷ്യൻ ഒരാളെ നിസ്സാരമായി കാണുന്നത്. നമുക്കറിയില്ല, നമ്മൾ താടിയും തൊപ്പിയും തലകെട്ടും എന്നൊക്കെ അതൊന്നും ഇല്ലാത്ത ഒരു നല്ല മുത്തഖീങ്ങൾ ഉണ്ടാവും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യന്മാരുണ്ടാവും. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓല് ഇപ്പൊ ക്ലീൻ ചെയ്യുമ്പോൾ ജീൻസൊക്കെ ഇട്ട് നടക്കായിരിക്കും. നമ്മൾ വിചാരിക്കും ഓല് മോശക്കാർ. നമ്മളെക്കാളൊക്കെ എത്രയോ നല്ല ആളുകൾ നമ്മളറിയാത്തവർ കാണും. എല്ലാവരെ പറ്റി നല്ലതേ വിചാരിക്കാവുന്ന, നമ്മളെക്കാളും പ്രായം കൂടിയവരെ കാണുമ്പോൾ പടച്ചവനെ എന്നെക്കാളും ജീവിക്കാൻ അവസരം കിട്ടിയ ആളാണ്, എന്നെക്കാളും നന്മയാൾ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ ഇയാൾ എന്നെക്കാളും ഉഷാറാണ്. നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടാൽ പടച്ചവനെ എന്റെ അത്രയൊന്നും ഇയാൾ ജീവിച്ചിട്ടില്ലല്ലോ, ഞാൻ ചെയ്ത അത്ര തെറ്റവും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, അപ്പോഴവൻ തന്നെയാണ് ഉഷാറ്, ഞാൻ മോശം അവൻ ഉഷാർ. ഇങ്ങനെയാ നമ്മൾ പറയേണ്ടത്, അങ്ങനെയാ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയാ പെരുമാറേണ്ടത്. ഇസ്ലാമിന്റെ സംസ്കാരം അതാണ്. ഞാൻ തന്നെയാണ് എല്ലാം, അങ്ങനെ പറയാൻ പാടുണ്ടോ? അഹങ്കാരമല്ലേ, ഇഅ്ജാബും ബിൻ നഫ്സല്ലേ, കിബറല്ലേ, അഹങ്കാരല്ലേ അള്ളാഹു പൊറുക്കുവോ? അപ്പൊ ആരെയും നിസ്സാരമായി കണ്ടുകൂടാൻ. പള്ളിക്ക് അടിച്ചു വീഴുന്ന ഒരു നിസ്സാര ജോലി ചെയ്യുന്ന ഒരാൾ നമ്മൾ അങ്ങനെ വിചാരിക്കുക, അത് നിസ്സാരമല്ല, വലുതാണ്. ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവജാലങ്ങളോടും എല്ലാറ്റിനോടും, പാവങ്ങളോടും യതീമുകളോടും അറാമിലത്ത് വിധവകളായ പെണ്ണുങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറഞ്ഞ ഹബീബിന്റെ ആഹ്വാനത്തിൽ നിന്ന് നമ്മുടെ നാടുകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. ജീവജാലങ്ങളോട് പോലുമുള്ള റഹ്മത്ത് കൂടെ പറയട്ടെ. എല്ലാ റഹ്മത്തും ജീവജാലങ്ങളോട് പോലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചുള്ള സ്വഹീഹിൽ വന്നിട്ടുള്ള ഹദീസുകൾ. ഒന്നൊരു പെണ്ണ് നരകത്തിൽ കടന്നതൊരു പൂച്ചയെ കെട്ടിയിട്ടിട്ട്, വേറെ വേശ്യാവൃത്തി ചെയ്തിരുന്നൊരു പെണ്ണിനുള്ള പുറത്തു കൊടുത്തത് ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചിട്ട്. അതിൽ ഫുഖഹാ പറയും, ആ പെണ്ണ് തൗബ ചെയ്ത് മടങ്ങിയ പെണ്ണാണ്, പശ്ചാത്തപിച്ച് മടങ്ങിയ പെണ്ണാണ്. അതുമാത്രമല്ല, ഞാൻ ഈ ചെയ്യുന്ന നന്മക്ക് അള്ളാഹു കൂലി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ചെയ്തതുകൊണ്ടാ അള്ളാഹു അത് സ്വീകരിക്കാൻ കാരണം എന്നാണ്. അപ്പോ ജീവജാലങ്ങൾക്ക് റഹ്മത്ത് ചെയ്താൽ ഫീ കുല്ലി കബിദിൻ റത്ബിൻ, നനവുള്ള കരളുള്ള ഏത് ജീവിക്ക് നന്മ ചെയ്താലും സ്വതക്കയുടെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് മത്സ്യം കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് മത്സ്യം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ടവരുടെ മൗല കൊണ്ടുവന്ന് മത്സ്യം കൊണ്ടുവന്നപ്പോ ആ ഒട്ടകം വിയർത്ത് അതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിന്റെ ഒരു ശഹവത്ത്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരു മൃഗം വിയർക്കുകയോ, ഈ ഭക്ഷണം ഇനി ഉമർ കഴിക്കൂല, ഈ മൃഗം എനിക്ക് വേണ്ടി ക്ഷീണിച്ചുവോ, അങ്ങനെ ഒരു ക്ഷീണം എനിക്ക് വേണ്ടി മൃഗം സഹിച്ച് എന്റെ ആഗ്രഹം നടക്കണ്ട, എനിക്ക് ആ മത്സ്യം വേണ്ട എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും റഹ്മത്ത് ചെയ്യുന്ന മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അമുസ്ലിമീങ്ങളോട് പോലും അങ്ങനെയാണെന്ന, അമുസ്ലിമാണെങ്കിൽ പോലും റഹ്മത്ത് ചെയ്യണമെന്ന, അപ്പോഴല്ലേ അവർക്ക് നമ്മളിലേക്ക് വരാനും ഇസ്ലാം പഠിക്കാനും. എത്ര വലിയ ഒരു അമൂല്യമായ സ്വത്ത എന്റെയും നിങ്ങളുടെയും കയ്യിൽ അല്ലാഹു തന്നത് ഇസ്ലാം. അതിന്റെ സെയിൽസ്മാൻമാരെ ഞാനും നിങ്ങളോ, ആ ഒരു കുഴപ്പമേ അതിനുള്ളൂ. എന്തൊരു വിലപിടിപ്പുള്ള സാധനമാണ് ഇസ്ലാം. നമുക്കത് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ അയൽവാസി ജൂതനായിരുന്നു. കള്ളു കുടിച്ച് പാട്ടുപാടും. കള്ളു കുടിച്ച പാട്ട് പാടുന്നവരുണ്ട്. നമ്മുടെ ഉസ്താദ്മാരൊക്കെ ധാരാളം അൽഫി പഠിപ്പിച്ചപ്പോൾ നമ്മുടെ ഉസ്താദുണ്ട്, നമ്മുടെ യൂസുഫ് ഉസ്താദ്, ഓർമ്മ പറഞ്ഞത്, പഠിച്ചോളൂ ചങ്ങന്മാരെ, ഭ്രാന്തായി പോയ അൽഫിയെ പാടിക്കോളൂ, അതുകൊണ്ട് പഠിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മൾ മനപ്പാടുള്ളതാണല്ലോ വിളിച്ചു പറയാ. സിനിമ പാട്ടൊക്കെ പഠിച്ചു വെച്ചാൽ ആ പാട്ടല്ലേ, ഭ്രാന്തായി പോയ പാട് നമുക്ക് പോലും അറിയില്ലല്ലോ. പിന്നെ തരക്കേടല്ലേ, ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിലല്ലേ എന്ന് മനുഷ്യന്മാർ വരെ പറയില്ലേ. ഭ്രാന്തനത് അറിയില്ലല്ലോ ഞാൻ പാടുന്നത് എന്താണെന്ന്. അപ്പൊ നല്ലത് പഠിച്ചു വെച്ചോളി, ഭ്രാന്തായ നല്ലതാ പിന്നെ വായിന്ന് വിരലുണ്ടാവുള്ളൂ എന്നൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ അല്ലാഹ്. അപ്പൊ ഇദ്ദേഹം കള്ളു പിടിച്ച അപ്പ പാട്ട് പാടും. ആര്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസി.
അയാൾ പാടുന്ന പാട്ട് വല്ലാത്തൊരു പാട്ട്. അല്ലാഊനി അല്ലാഊനി വഅയ്യ ഫതൻ അല്ലാഉ ലിയൗമി കരീഹത്തിൻ വസദാദി സഗ്രി. എന്നെ ആരും നോക്കിയില്ലല്ലോ, എന്നെ ആരും നോക്കാനില്ലല്ലോ. അല്ലാഊനി അല്ലാഊനി വഅയ്യ ഫതൻ അല്ലാഉ ലിയൗമി കരീഹത്തിൻ വസദാദി സഗ്രി. എന്നെ നോക്കാൻ ആരുണ്ടായില്ലല്ലോ, കഷ്ടപ്പാട് വന്നപ്പോ എന്നെ നോക്കാൻ ആരുണ്ടായില്ലല്ലോ എന്ന് നിരന്തരം പാടിയിരുന്നൊരു കള്ളുകുടിയനായ ജൂതൻ. ആരുടെ അയൽവാസിയാണ്? അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ലോകം കണ്ട പ്രഗൽഭനായ ഫഖീഹ്, ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ലില്ലാഹി ദർറു. ആ മഹാനുഭാവന്റെ അയൽവാസി ജൂതനാണ്. അയൽവാസി ജൂതനാണ്. ഒരു ദിവസം പാട്ട് കേൾക്കണില്ല. സ്ഥിരം കള്ളുടിച്ച് പാട്ട് പറഞ്ഞുകൊണ്ട് പാട്ട് കേൾക്കാൻ സംശയിക്കൂല ഇവൻ എവിടെ പോയി എന്ന്. നോക്കുമ്പോ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അന്നൊരിക്കൽ കള്ളുപിടിച്ച് പാട്ട് പാടിയപ്പോ പോലീസ് പിടിച്ചുകൊണ്ടേതാ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. മഗ്ഫറയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടുത്തെ CI, അന്നത്തെ CI ഈസ ഇബ്നു മൂസ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ ജയിലിലുണ്ട്, ഓനൊന്ന് വിട്ടുതരണം. ആരാണത്? ആ ഗുലാമുൻ യഹൂദി, ആ ജൂതന്റെ കള്ളുടിച്ചോനാ. അതെ, എന്റെ അയൽവാസിയാണ്, ഒന്ന് വിട്ടേക്കാമോ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമുൽ ഫുഖഹാ മഗ്ഫറയിലേക്ക്, ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. ആ സന്തോഷം കൊണ്ട് ആ സെല്ലിലുള്ള മുഴുവൻ ആളെയും വിട്ടയച്ചു എന്നാണ്. എല്ലാവരും പോയിക്കോളി എന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട്. അബൂ ഹനീഫ തങ്ങളെ റെക്കമെൻഡ് ചെയ്യേ, എല്ലാവർക്കും ഒന്ന് ഫ്രീ ആന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ തോള് പിടിച്ച് ഇങ്ങനെ വരിക. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പാടുന്ന പാട്ടെന്താണ്? എന്നെ ആരും നോക്കിയില്ലല്ലോ, എന്നെ ആരും ശ്രദ്ധിച്ചില്ലല്ലോ, കള്ളു കുടിച്ച അതാ പാടുക. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുട്ടി നിന്നെ നമ്മൾ നോക്കിയില്ലല്ലേ, നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ വൈകിപ്പോയല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ്, യാ ഇമാം, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയണോ? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ആളല്ലേ, നിങ്ങളെ ഉറക്കം കെടുത്തുന്ന ആളല്ലേ, ഞാൻ എന്നോട് നിങ്ങൾ ഇങ്ങനെ പറയണോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി മുസ്ലിമ എന്ന് മാത്രമല്ല, വകാന മിൻ അസ്ഹാബി അബീ ഹനീഫ തഫഖഹ അലാ യദൈ, അബൂ ഹനീഫ ഇമാമിന്റെ ദർസിൽ വന്ന് പഠിച്ച് മുതഅല്ലിമായി ചേർന്ന് മുഅല്ലിമായി വലിയ ആലിമായി വളർന്നു വന്ന ഒരു പണ്ഡിതനായി മാറിയിട്ടുണ്ട് ഈ ജൂതൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തി. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വന്തം അയൽവാസിയോട് കാണിച്ചൊരു കാരുണ്യം. ഇതൊക്കെ നമ്മൾ പറയാനല്ലാതെ റിയൽ ലൈഫിലേക്ക് വരുമ്പോ നമ്മുടെ അയൽപക്കക്കാർ ഏത് ജാതിയാവട്ടെ, റഹ്മത്ത് ചെയ്താൽ കൂലി കിട്ടും, കരുണ ചെയ്താൽ കൂലി കിട്ടും. ജീവജാലങ്ങൾക്ക് കൂലിയുണ്ട്, കരുണ ചെയ്താൽ. വൃക്ഷങ്ങളോട് കരുണ ചെയ്താൽ കൂലിയുണ്ട്. പക്ഷികളെ വെടിവെച്ചിടരുത്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷിക്കാനല്ലാതെ ഒരു പക്ഷിയെയും നിങ്ങൾ വെടിവെച്ചിടരുത്, നിങ്ങൾ അതിനെ വേട്ടയാടി നശിപ്പിക്കരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ആ പക്ഷികൾ ചിറകടിച്ച് വന്നിട്ട് മഹ്ശറയിൽ പറയും, അല്ലാഹുവേ ഖതലനീ ബിഗൈരി ഹഖ്ഖിൻ, ഒരവകാശവുമില്ലാതെ എന്നെ കൊന്നുകളഞ്ഞിട്ടുണ്ട് റബ്ബേ. ഇവനെന്ന് ജീവജാലങ്ങൾ മനുഷ്യരെതിരെ സാക്ഷി പറയും. അപ്പൊ അവർ ചോദിച്ചു, നബിയേ വമാ ഹഖ്ഖുഹാ, ആ പക്ഷിയുടെ അവകാശം എന്താണ്? പറഞ്ഞു, ആ പക്ഷിയെ നിങ്ങൾ വേട്ടയാടുകയാണെങ്കിൽ അൻതുക്കല, അത് ഭക്ഷിക്കപ്പെടലാണ്. ഭക്ഷിക്കാൻ പറ്റുന്നത് വേട്ടയാടിയാൽ മതിയല്ലോ, വേട്ടയാടി പിടിച്ചാൽ അതിനെ ഭക്ഷിക്കണം. അല്ലാതെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നത് ആ പക്ഷിയോട് ചെയ്യുന്ന അനാദരവാണ്, തെറ്റാണ്. നാളെ അത് അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബിനോട് പരാതി പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇങ്ങനൊക്കെ ഇസ്ലാം വളരെ മനോഹരമാണ് മുഅ്മിനെ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അംശങ്ങളാണ് ഇവിടെയൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, അവന്റെ ഖുർആനിലൂടെ, അള്ളാഹുവിന്റെ അഹ്കാമിലൂടെ, നബി തങ്ങളും സ്വഹാബികളും കാണിച്ച റഹ്മത്തിലൂടെ, അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന റഹ്മത്തിലൂടെ ഒക്കെ നമ്മുടെ ഖൽബിൽ റഹ്മത്ത് വരിക. മനുഷ്യരോട്, ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുമ്മ റഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് റഹ്മത്ത് ചെയ്യുക അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ. അങ്ങനെ ദുആ ചെയ്താൽ ഈ ഉമ്മത്തിൽ എത്ര പേരുണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുകയോ ഹസനാത്ത് നന്മകൾ അല്ലാഹു കൊടുക്കുകയോ ചെയ്യുമെന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദുആ ചെയ്താൽ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക, മൊത്തം ഈ സമൂഹം നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുക. ഫിത്നയും ഫസാദും തെറ്റിദ്ധാരണകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗീബത്തും നമീമത്തും പറയലും മറുപടിക്ക് മറുപടിയും ഇങ്ങനെ മനുഷ്യൻ ജീവിതം നശിപ്പിക്കുന്ന കാലമാണ്. ഇൽമു പഠിക്കാതെയും തഖ്വയില്ലാതെയും സൂക്ഷ്മതയില്ലാതെയും അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്
ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യൻ. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല, അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വരാനും അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാനും ഈ റജബിലും ശഅബാനിലും ഇനി ഇതാ റമളാൻ വരാനിരിക്കാൻ അവിടെയൊക്കെയും അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തോളൂ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സൂറത്തുൽ ഫുർഖാനിലെ ആ ഭാഗം നമ്മൾ ഓതി വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയോ കൊലപാതകം ചെയ്യുകയോ വ്യഭിചാരം ചെയ്യുകയോ ചെയ്യാത്തവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകൾ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ യൽഖ അസാമ, അതിന്റെ ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ദുനിയാവിലുണ്ട്. യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ ശിക്ഷ ഇരട്ടിയാണ്. വയഖ്ലുദു ഫീഹി മുഹാന, കൊലപാതകം ചെയ്തതിന്, അബോഷം ചെയ്തതിന്, വണ്ടിടിപ്പിച്ച് ഭരിപ്പിച്ചതിന്, കൊന്നുകളഞ്ഞതിന്, അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഒക്കെ അല്ലാഹുവിന്റെ പക്കൽ ശിക്ഷയുണ്ട്. വ്യഭിചരിച്ചതിന് ശിക്ഷയുണ്ട്. വയഖ്ലുദു ഫീഹി മുഹാന, നരകത്തിൽ നിസ്സാരനായി കഴിയേണ്ടി വരും. ഇല്ലാ മൻ താബ്, ഇവിടെയും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം തുറക്കുകയാണ്. തൗബ ചെയ്തവർക്കൊഴികെ അവർക്ക് ശിക്ഷയില്ല, അവർക്ക് ശിക്ഷ ഇരട്ടിയില്ല, അവര് നരകത്തിൽ നിസ്സാരമായി കടക്കേണ്ടി വരില്ല. തൗബ ചെയ്തവരൊഴികെ, വആമന, ഈമാൻ ഉണ്ടാവുകയും ചെയ്തവരൊഴികെ, വഅമില അമലൻ സാലിഹാ, സൽക്കർമ്മം ചെയ്തവരൊഴികയും. ഫഉലൈക, അവർക്ക് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകൾ മുഴുവനും അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു എപ്പോഴും പുറത്തു കൊടുക്കുന്നവനും എപ്പോഴും റഹ്മത്ത് ചെയ്യുന്നവനുമാണല്ലോ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. اللهم اجعلنا ممن نزلت عليهم السكينة وغشيتهم الرحمة وذكرهم الله في من عنده. الله ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനേ. റഹ്മാനായ റബ്ബേ, നിന്റെ റഹ്മത്തുകൾ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റബ്ബേ. നിന്റെ നിഅമത്തുകൾ കൊണ്ടുപോകാതെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. നീ തന്ന ആരോഗ്യം തിരിച്ചെടുക്കാതെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ഉമ്മത്തികളാക്കി ഞങ്ങളെ മാറ്റണം റഹ്മാനേ. ഖൽബിനെ നന്നാക്കി തരണേ റബ്ബേ. ഹൃദയത്തിലെ മോശപ്പെട്ട വികാരങ്ങളും തോന്നലുകളും നീക്കിത്തരണേ റബ്ബേ. നിന്റെ ഖുർബ് സമ്പാദിക്കാൻ പറ്റാതെയോ നിന്റെ റഹ്മത്തിൽ നകന്നു പോവുകയോ ചെയ്യുന്ന രീതിയിൽ ഞങ്ങളുടെ ഖൽബിൽ നിന്ന് മോശപ്പെട്ട എല്ലാ ചിന്തകളും വികാരങ്ങളും തോന്നലുകളും നീക്കിത്തന്ന് ഖൽബിനെ ശുദ്ധിയാക്കണേ അല്ലാഹ്. അഹങ്കാരം വരാതെ കാക്കണേ റബ്ബേ.
ഇഅജാബും ബിൻ നഫ്സ് വരാതെ കാക്കണേ റബ്ബേ, റിയാ വരാതെ കാക്കണേ പടച്ചവനെ, ഫിസ്കും നിഫാഖും വരാതെ കാക്കണേ റബ്ബേ, കുഫറും ശിർക്കും വരാതെ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുമ്മ ബാഇദ്നാ അൻ കുല്ലി വസ്ഫിൻ യുബാഇദുനാ അൻ മഹബ്ബതിക യാ അല്ലാഹ്. ശരീരം നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഓരോ തെറ്റുകൾക്കും കറുത്ത പാടുകൾ വീഴുന്ന കൽബാണ്, ഞങ്ങളുടെ കൽബിനെ നീ കഴുകി ശുദ്ധിയാക്കണേ അല്ലാഹ്. اللهم اجعلها مثل الصفا أبيض مثل الصفا, ശുദ്ധിയുള്ള കൽബാക്കി തരണേ റബ്ബേ. ولا تجعلها مربادا لا تنكر منكرا ولا تعرف معروفا, അങ്ങനത്തെ കൽബാക്കി തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബിലേക്ക് നിന്റെ നൂറ് തരണേ റബ്ബേ. وقال العلم نور الله حقا ونور الله لا يعطى لعاصي. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത പാപങ്ങളെ കൊണ്ട് ഇൽമിന്റെ ഹർമാന് തരല്ലേ അല്ലാഹ്. ഇൽമും റിസ്ക്കും ഞങ്ങൾക്ക് തടയപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ മസ്ജിദിൽ 40 കൊല്ലമായി സേവനം ചെയ്യുന്ന ഞങ്ങളുടെ ഉസ്താദിനെ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഇവിടുത്തെ ഖത്തീബ് ഉസ്താദുമാർക്ക്, അസിസ്റ്റന്റ് ഉസ്താദുമാർക്ക്, മുദരിസുമാർക്ക്, അസിസ്റ്റന്റുമാർക്ക്, ഇവിടെ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. ഈ പള്ളി ഉണ്ടാക്കാൻ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ മഹത്തായ മജ്ലിസിനെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഈ പള്ളിയുടെ ഭാരവാഹികളായി കാലമത്രയും സേവനം ചെയ്തവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. കഴിഞ്ഞ കാലത്തെ ഭരണകർത്താക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. വരാൻ പോകുന്നവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലികുല്ലി മൻ അമില ഫീഹി മഅറൂഫ, ആരൊക്കെ വന്ന് പള്ളിയിൽ നന്മ ചെയ്തു പോയിട്ടുണ്ടോ, നിസ്കരിച്ചിട്ടുണ്ടോ, ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ടോ, അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് സഹോദരിമാർ സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ലാഹുവേ ആ സഹോദരിമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അങ്ങനെ എനിക്കും ഒരൽപ്പം സ്വർണമുണ്ടെങ്കിൽ ഞാനും കൊടുത്തേനെ, കൊടുക്കാൻ എന്റെ കയ്യിലില്ലാതെയായി പോയല്ലോ എന്ന് വിഷമിക്കുന്ന പാവങ്ങൾക്ക് സ്വതക്ക ചെയ്ത കൂലി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ സദസ്സിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. ഇവിടെ സംഭാവന ചെയ്തവരെ നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ ദീനിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും നിന്റെ റഹ്മത്ത് കിട്ടാൻ നിമിത്തമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിൽ കാരുണ്യം തോന്നിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ വരണ്ടു പോയ ഹൃദയമാവാതെ കാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഖൽബിലേക്ക് നിന്റെ റഹ്മത്തും നഫഹാത്തുകളും ബറക്കാത്തുകളും തരണമേ അല്ലാഹ്. അല്ലാഹുവേ ഈ പരിശുദ്ധമായ റജബ് നിന്റെ ഹബീബിനെ മിഅ്റാജിന് കൊണ്ടുപോകാൻ നീ തെരഞ്ഞെടുത്ത മാസമാണ്. നിന്റെ ഹദറത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിന് പോലും ചിന്തക്ക് പോലും അതീതമായ നിന്റെ പ്രത്യേകമായ ഖവാസുൽ ഖവാസായ അഷ്റഫുൽ ഖൽഖിനെ നീ കൊണ്ടുപോയ നാളുകളാണ് റബ്ബേ. ഈ റജബിന്റെ രാവുകളിൽ വരാനിരിക്കുന്ന ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്, ഈ പുണ്യമായ മാസത്തിൽ ഒരുപാട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. സുന്നത്തായ നോമ്പുകൾ നോറ്റുകിട്ടാനും റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ഖളാ കിട്ടാനുമുള്ള അവസരം നൽകണേ റഹ്മാനെ. നിന്റെ കലാമ് ധാരാളം ഓതാൻ തൗഫീഖ് തരണേ റബ്ബേ. നിന്റെ കലാമ് ശിഫയാണല്ലോ, റഹ്മത്താണല്ലോ പടച്ചവനെ. ആ റഹ്മത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കാണിക്കണേ റബ്ബേ. അല്ലാഹുവേ ആയിനീങ്ങളുടെ ഐനിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മ نعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അല്ലാഹുവേ സിഹറിൽ നിന്ന് കാക്കണേ പടച്ചവനെ, മാരണങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ദീനിന്റെ പേരിൽ പോലും പച്ച സിഹർ ചെയ്യാൻ മടിക്കാത്ത മനുഷ്യന്മാരുണ്ട് റബ്ബേ. സൽബുദ്ധി കൊടുക്കണം പടച്ചവനെ, സൽബുദ്ധി കൊടുക്കണേ അല്ലാഹ്. കബായിറുകളിൽ കബായിറായി വൻപാപം ചെയ്യുന്നവർക്ക് ബുദ്ധി കൊടുക്കണേ റബ്ബേ. അവർക്ക് ഇസ്ലാം കൊടുക്കണേ പടച്ചവനെ, ഈമാൻ കൊടുക്കണേ പടച്ചവനെ. റഹ്മുർ-റഹീമായ റബ്ബേ, അത്തരക്കാരുടെ ദുൽമുകൾ ഞങ്ങൾക്ക് ഫലിക്കാതെ നീ കാക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് നീ ബോധം കൊടുക്കണേ അല്ലാഹ്. ദീനിന്റെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ
ഈ ഞങ്ങളുടെ നാടുകളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട സമസ്തയുടെ ജംഇഅത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം, ആലിമീങ്ങളുടെ പൊരുത്തമുള്ള പ്രസ്ഥാനം, മഹാനായ ശംസുൽ ഉലമയിലൂടെ കണ്ണിയത്ത് ഉസ്താദിലൂടെ കടന്നു വന്ന് മഹാനായ സൈനുൽ ഉലമയിൽ ചെറുശ്ശേരി ഉസ്താദ് ഞങ്ങളുടെ ഗുരുവര്യനാണ്. ഞങ്ങൾ എഴുന്നു പഠിച്ചത് മഹാനായ ഉസ്താദിൽ നിന്നാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള മഹാനവറുകൾ, അല്ലാഹുവേ ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ ആനക്കരൻ, അല്ലാഹുവേ തവ്വലല്ലാഹു അംറ വഅമദ്ദ ഫീ ളില്ലി, അല്ലാഹുവേ അവർക്കൊക്കെ ആഫിയത്തും സലാമത്തും കൊടുക്കണേ പടച്ചവനെ. കുരുട്ട് ബുദ്ധികളറിയാത്ത പാവങ്ങളാണ് റബ്ബേ അവര്, ദുനിയാവിന്റെ കളികളറിയാത്ത പാവങ്ങളാണ് റബ്ബേ അവര്, ദീനിന്റെ മുത്തഖീങ്ങളായി ജീവിക്കുന്നവരാണ്. വലാ നുസക്കി അലല്ലാഹി അഹദ, അല്ലാഹുമ്മ ഇന്നാ നർജൂ ഫീഹിം തസ്കിയതക വതർബിയതക. പടച്ചവനെ അവരെ നീ കാക്കണം റഹ്മാനെ, ഈ പ്രസ്ഥാനത്തെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ അതിന്റെ ശത്രുക്കൾക്ക് ബുദ്ധി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ അതിന്റെ ശത്രുക്കൾക്ക് ബുദ്ധി കൊടുക്കണേ റബ്ബേ. ആലിമീങ്ങളുടെ ഇമാമീങ്ങളുടെ പൊരുത്തത്തോടുകൂടെ നടക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലാഹുവേ അതിന്ന് വ്യതിചരിച്ചു പോവാതെ മരണം വരെ ഇസ്തിഖാമത്തും നേർവഴിയിലുള്ള നൃത്തവും മരണത്തിന്റെ സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്തും ഞങ്ങൾക്കൊക്കെ നൽകണമേ റഹ്മാനേ. അല്ലാഹുവേ സമസ്തകളുടെ ജംഇഅത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, അതിന്റെ പ്രവർത്തകന്മാരും ഗുണകാംക്ഷികളും, അല്ലാഹുവേ ദീനിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ആളുകൾ, മരിച്ചുപോയ ഞങ്ങളുടെ ഉസ്താദുമാര്, മശായിഖന്മാര്, അതിന്റെ ഗുണകാംക്ഷികൾ, ഉമറാക്കന്മാർ, ഒരുപാട് സഹകാരികളുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ പുറത്തു കൊടുക്കണം അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, അർഹമുർറാഹിമായ പടച്ചവനെ. പണക്കാട് കുടുംബം, സയ്യിദന്മാരുടെ കുടുംബങ്ങൾ, ഒരുപാട് സയ്യിദന്മാർ ഈ സമൂഹത്തിലുണ്ട്. അല്ലാഹുവേ അല്ലാഹുമ്മ ഹ്ഫദ്ഹും മിൻ കുല്ലി സൂഇൻ വ മക്റൂഹിൻ യാ അല്ലാഹ്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാക്കണേ അല്ലാഹ്. നിന്റെ തിരുനബിയുടെ ചോര ശരീരത്തിലോടുന്ന തങ്ങന്മാര് വിവിധ കുടുംബങ്ങളും കബീലകളുമായി ഈ നാട്ടിലുണ്ടല്ലോ പടച്ചവനെ, അവരെ നീ കാക്കണമേ അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് കാക്കണം തമ്പുരാനെ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹു അവർക്ക് നീ സംരക്ഷണം കൊടുക്കണം റഹ്മാനെ. ഈ നാടിലെ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ആയുസ്സും ആഫിയത്തും സലാമത്തും സിഹ്ഹത്തും കരുത്തും എല്ലാവർക്കും നീ നൽകണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകൾ അല്ലാഹുവേ വിവിധ ദൂരങ്ങളിൽ നിന്ന് വന്നു ചേർന്നവരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിച്ചു വന്നവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവര്, ഏൽപ്പിക്കാൻ പറ്റാത്തവര്, മനസ്സിൽ ഓർമ്മയുള്ളവര്, ആരെയും എഴുതി അറിയിക്കാതെ സ്വന്തം സങ്കടങ്ങൾ മനസ്സിൽ വെച്ച് കഴിയുന്ന എത്രയോ സഹോദരിമാര്, സഹോദരന്മാര്, ഉമ്മമാര്, ഉപ്പമാര്, ചെറിയവരും വലിയവരും ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ സദുദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ സഫലമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ. ശിഫാഇന്റെ വഴികൾ അടുപ്പിച്ചു തരണേ തമ്പുരാനേ. അല്ലാഹുവേ ഈ സദസ്സിൽ ശിഫാഇന്റെ കാരണമായി നീ നിശ്ചയിച്ച തേന് മഹാനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ റുഖ്യ ചെയ്തിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. 1000 രൂപ കൊടുത്ത് സംഭാവന വാങ്ങി ചെയ്യാൻ പറ്റുന്നവരത് ചെയ്യും, അല്ലാത്തവർ എന്തെങ്കിലും കഴിയുന്ന കൊടുത്ത് വാങ്ങിച്ചോളൂ. അല്ലാഹുവേ അതിൽ നീ ശിഫാഇനെ കൊടുക്കണം തമ്പുരാനെ. ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ. മാരകങ്ങളായ രോഗങ്ങൾ ആർക്കും വരാതെ കാക്കണേ അല്ലാഹ്. വന്നുപെട്ടവർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ശിഫയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാതെ ദുആ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവരൊക്കെ നീ സ്നേഹിക്കണം തമ്പുരാനെ. അവർക്കൊക്കെ നീ സ്നേഹം കൊടുക്കണം റബ്ബേ. നിന്റെ റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ. നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ, നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്നവര്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരായ മുഴുവൻ ആളുകളെയും നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. മരണത്തിന്റെ മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ഒരുപാട് ചെയ്യാനുള്ള ഭാഗ്യം തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറായ നിനക്കിഷ്ടമായ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ നിനക്ക് പൊരുത്തമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നീ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയം ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കല്ലേ റബ്ബേ. നിന്നോട് തൗബ ചെയ്യാൻ സാധിക്കാതെയുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരെയൊക്കെ പുറത്തു കൊടുക്കല്ലാ.
അല്ലാഹുവേ വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ സംഭവിച്ചവർക്ക് പുറത്തു കൊടുക്കല്ല. പടച്ചവനെ കണ്ണും കാതും സൂക്ഷിക്കാനുള്ള തഖ്വ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ നീ തഖ്വ നൽകണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള ബോധം നൽകണമേ അല്ലാ. നാളെ നിന്നെ കാണാനുള്ള കണ്ണുകളാണ്. ഈ കണ്ണുകളെ മലിനപ്പെടുത്താതെ സൂക്ഷിക്കാൻ നീ തൗഫീഖ് തരണമേ അല്ലാ. നാളെ നിന്നെ കാണാനും അഷ്റഫുൽ ഖൽഖായ ഹബീബിനെ കാണാനും നിന്റെ 99 റഹ്മത്തിന്റെ അംശങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ റഹ്മത്ത് ചെയ്യുന്ന ആ നാളിൽ അല്ലാഹുവേ ഹബീബിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുമുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ബിജാഹി സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് والآل أهل البيت سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.